ഓരോ ലൈഫും ഓരോ സ്റ്റോറിയാണ്. നമുക്കൊരു ലേഡി ഉണ്ടായിരുന്നു. ഷി വാസ് എ ക്രോണിക് മൈലൈഡ് ലുക്കീമിയ പേഷ്യൻറ്റ്. ഓൾമോസ്റ്റ് 20 years പറയാം. Her first child was born after the diagnosis. She passed away. ഒരു 5-6 മാസം മുമ്പായിരിക്കണം. Not with the disease, and with other problems. Her husband also had problems and he also passed away within 2 months. It's only one daughter. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് പിന്നെ നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്താൽ ട്രീറ്റ്മെൻറ്റ് സമയത്തൊക്കെ. And daughter is doing her second year BCom now. ഇപ്പം എൻ്റെ അടുത്ത് കേസ് വന്നിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഷീ സെഡ് ഐ വാണ്ട് ടു മീറ്റ് മീ എന്ന് പറഞ്ഞു. ആൻഡ് ഷീ ഗേവ് സ്മോൾ കവർ. എന്നിട്ട് പറഞ്ഞു ഗിവ് ടു സം പുവർ പേഷ്യൻറ്റ്. ഡോക്ടർ വി പി ഗംഗാധരൻ. ഡോക്ടറിനെ നമ്മുടെ വ്യൂവേഴ്സിന് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു അപരാധം ഞാൻ ചെയ്തില്ല. യു ആർ സോ വെൽ നോൺ. താങ്ക് യു. ഡോക്ടർ 35 വർഷത്തിൽ കൂടുതൽ, 3.5 പതിറ്റാണ്ട്, ഒരു വളരെ ദീർഘമായിട്ടുള്ള കാലയളവിലാണ് അങ്ങ് പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്ന പല ഡോക്ടർമാരും ഒരു തലമുറ ഡോക്ടർമാർ റിട്ടയർ ചെയ്തു. അതെ, രോഗങ്ങളുടെ സ്വഭാവം മാറി. തീർച്ചയായിട്ടും വളരെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ചികിത്സാ രീതിയിൽ വന്നിട്ടുള്ളത്. പിന്നെ ഡോക്ടർ ചികിത്സിച്ച് പലരും ഇന്ന് മുത്തശ്ശിമാരുമായിട്ടുണ്ട്. ഞാനും. എന്നിട്ട് ഡോക്ടർ അങ്ങയുടെ ചോസൻ ഫീൽഡായിട്ടുള്ള ഈ മെഡിക്കൽ ഓങ്കോളജിയിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതെല്ലാം കാണുകയും കേൾക്കുകയും ആശ്വാസം കൊടുക്കുകയും ചെയ്തിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് അങ്ങ് തുടങ്ങിയ സമയത്തുള്ള ഈ ഒരു കരുതൽ, ആവേശം, ആ പാഷൻ എങ്ങനെ നിലനിർത്തുന്നു എന്നുള്ള? അതിൻ്റെ ഉത്തരം പേഷ്യൻസ് തന്നെയാണ്, ഇതുവരെയുള്ള രോഗികൾ തന്നെയാണ്. 89 ഞാൻ RCCയിൽ ജോയിൻ ചെയ്ത് തുടങ്ങുന്നത്. അന്ന് ഉണ്ടായിരുന്ന അതേ പാഷൻ മുമ്പോട്ട് പോകാൻ കാരണം വെച്ചാൽ അന്ന് ഞാൻ ട്രീറ്റ് ചെയ്ത് തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന പലരും ദേ ആർ വിത്ത് മീ നൗ, നോട്ട് ആസ് എ പേഷ്യൻ്റായിട്ടല്ല, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ട് എല്ലാവരും. അവർ എപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്. അതിലൊരാൾ ഈ പറഞ്ഞ പോലെ മുത്തച്ഛൻ അയക്കാൻ ആദ്യത്തെ കോൾ വരെ എനിക്കാണ്. ഞാൻ മുത്തച്ഛനായെന്ന് പറഞ്ഞത്. അതിൽ മോളുടെ കല്യാണം വരുമ്പോൾ ഇതിൻ്റെ കോൾ എനിക്കാണ് ആദ്യം. വരണം, യു ഹാവ് ടു ബി ദെയർ. ചില ഒക്കേഷനിലൊക്കെ ഒരു ഈവൻ ഇൻസിസ്റ്റ് ദാറ്റ് ഡോക്ടർ വന്നിട്ടേ നടത്തുള്ളൂ. അവരുടെ ഡേറ്റ് ഡോക്ടർ പറഞ്ഞു, ആ ഡേറ്റിൽ വിൽ ഫിക്സ് അപ്പ്. അപ്പോൾ അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈവൻ നൗ ഇറ്റ് ഹാപ്പൻസ്. ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കണ്ട പേഷ്യൻ്റ് ആണെങ്കിലും ദ വേ ദേ ടോക്ക് ടു മീ, ദേ അറ്റാച്ച്മെൻറ്റ് ഐ ഗെറ്റ് ബാക്ക്, അത് ഭയങ്കര വ്യത്യാസമുണ്ട്. ദാറ്റ് കീപ്പ് യു ഗോയിങ്. അതാണ് നമ്മുടെ പാഷൻ എന്ന് പറഞ്ഞത്. അതാണ് ആ പാഷൻ ആയതുകൊണ്ട് തന്നെ ഇത്രയും ഇയേഴ്സ് പോയെന്ന് ചോദിച്ചാൽ ഇത്ര ഇയേഴ്സ് പോയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഐ ഫീൽ ദാറ്റ് ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ്. ആ ഒരു ഡിഫറൻസ് വരുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും അതേപോലെ തന്നെ അതേ ആവേശത്തോടുകൂടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഒരു ലേമൻ പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ വേദന, സഫറിങ് ഒക്കെ ഒത്തിരി കാണുമ്പോൾ കുറേ കഴിയുമ്പോൾ നമുക്കൊരു എന്താ പറയുന്നത്, നിസ്സംഗത. ഡോക്ടർമാർ പറയുന്നതാണോ കമ്പാഷൻ ഫെറ്റീഗ്? ഈ നമ്മുടെ സെൽഫ് ഫെറ്റിഗിലിറ്റി ഒക്കെ പറയുന്നതെല്ലാം പറയാം, ബേണിങ് ഔട്ട്സ്. അതെങ്ങനെ പ്രിവെന്റ് ചെയ്യും? എന്താണെന്ന് വെച്ചാൽ ഒന്ന് തുടങ്ങിയ സമയത്ത് ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ നമുക്കത് ഫീൽ ചെയ്യുമായിരുന്നു. സ്ലോലി യു വിൽ ഗെറ്റ് മെച്ചുവേർഡ് ഇൻ ടു എ ഡോക്ടർ ഞാൻ പറയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഞാൻ ഒരു രോഗിയെ രക്ഷപ്പെടുത്തി എന്ന് പറയാൻ എനിക്ക് അവകാശപ്പെടാൻ എനിക്ക് തോന്നുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് എ ടീം വർക്ക്, ടീമാണ്. ഈച്ച് വൺ ഈസ് ഇമ്പോർട്ടൻറ്റ്, അതൊരു ഭാഗം. രണ്ടാമത്തത്, ഞാൻ പഠിച്ച ഒരു സയൻസ്, ഒരു ശാസ്ത്രം, അത് ഞാൻ തെറ്റുപറ്റാതെ ചെയ്യാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കണം എന്നുള്ളത് മാത്രമേ എനിക്ക് എൻ്റെ മുമ്പിലുള്ള ഉത്തരം വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മുടെ ഓരോ വിജയവും നമ്മുടെ മാത്രം വിജയമല്ല. വിൽ നോട്ട് ഗെറ്റ് അങ്ങനെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒന്നും വരില്ല. അതുപോലെ നമ്മുടെ പരാജയം നമ്മൾ അതേപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും. സോ ഇറ്റ്സ് എ സ്ട്രൈക്കിംഗ് ബാലൻസ് ബിറ്റ്വീൻ ദീസ് ടു. അതായത് നമുക്ക് നമ്മൾ പഠിച്ച ഒരു ശാസ്ത്രം വേണ്ട വിധത്തിൽ പ്രയോഗിക്കുക എന്നതിനപ്പുറം എനിക്ക് അമാനുഷ്യമായ ഒരു കഴിവുമില്ലാതെ തിരിച്ചറിയാൻ തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഇത് ഗെറ്റ് ബാലൻസ്ഡ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു
65 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ഡോക്ടറെ ഒരു ബാലൻസ് ഡോക്ടറാവും. എൻ്റെ കാരണം എന്താ വെച്ചാൽ അതിന് മറുവശം കൂടെ പറഞ്ഞുതരാം. ഒരു കാരണം പറയുന്നത് ഒരു ഏറ്റവും സങ്കീർണമായ ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു സർജൻ അല്ല ഗുഡ് സർജൻ. ഗുഡ് സർജൻ എന്ന് പറഞ്ഞാൽ ഞാൻ വിശേഷിപ്പിക്കുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു പേഷ്യൻറ്റിന് ഓപ്പറേഷൻ വേണ്ടാന്ന് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലോ അത് ഇറ്റ്സ് നോട്ട് ഈസി. ഇറ്റ്സ് നോട്ട്. അപ്പോൾ അങ്ങനെ തീരുമാനമെടുക്കാൻ സാധിക്കുന്ന ഒരു ഡോക്ടറാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാം അതുപോലെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ബാലൻസ് വരുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി, പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മളൊരു പേഷ്യൻ്റ് സിക്ക് ആകുമ്പോഴോ മരിക്കുമ്പോഴോ നമുക്ക് സങ്കടം ഉണ്ടാവില്ല എന്നുള്ളതല്ല, നമ്മുടെ ഹൃദയം ഒരു കല്ലായി പോകുന്നു എന്നുള്ളതല്ല. പക്ഷേ നമ്മളത് വി ലേൺ ടു ആക്സെപ്റ്റ് ദാറ്റ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇമ്മീഡിയറ്റ്ലി വരുന്ന ഒരു ഉത്തരം എന്തായിരിക്കും അറിയാം. ഇപ്പം ഞാൻ ഒരു പേഷ്യൻ്റ് മരിക്കുന്നു, തീർച്ചയായും സങ്കടമുണ്ട്. എവരി പേഷ്യൻ്റ് എന്ന് പറയാം. പക്ഷേ നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ റിക്കവർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ മറ്റൊരു കാര്യം, അതായത് അനദർ 1000 ലൈഫ്സ് ആർ വെയിറ്റിംഗ് ഫോർ മീ. രക്ഷപ്പെടാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ 1000 പേര് പറയില്ലേ. അപ്പോൾ നമ്മൾ ഗെറ്റ് ബാക്ക്. ഇപ്പോൾ രാവിലെ ഇവിടെ നമ്മൾ എന്തൊക്കെ പ്രശ്നം, വീട്ടിലെ പ്രശ്നമായാലും ഹോസ്പിറ്റലിലെ പ്രശ്നമായാലും എന്തൊക്കെ നമ്മൾ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവിടെ നമ്മൾ ഇറങ്ങിപ്പോയി ഹോസ്പിറ്റൽ ക്യാമ്പസിനകത്ത് കയറി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ടോക്കിംഗ് വിത്ത് ദി പേഷ്യൻറ്റ്, നമ്മൾ ഇതൊക്കെ മറക്കും. ഓക്കെ. ടിൽ കമ്മിങ് ഔട്ട്. അപ്പോൾ എല്ലാം ഓരോരുത്തർക്കും ഓരോ പ്രോബ്ലംസാണ്. അത് ഡിസീസ് മാത്രമല്ല, അസുഖം മാത്രമല്ല, അതെങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ള ആലോചിക്കുന്നവർ, അല്ലെങ്കിൽ തകർന്നു പോകുന്ന കുടുംബ ബന്ധങ്ങൾ, അതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഇറ്റ് ബിക്കംസ് ലൈക്ക് ഒരു മൂവി കാണുന്ന പോലെയാണ്. അതായത് ഇങ്ങനെ എല്ലാം ഇങ്ങനെ മാറി വരും. ആൻഡ് യു ഓൾസോ ബിക്കം പാർട്ട് ഓഫ് ഇറ്റ്. അങ്ങനെ നമ്മൾ ഇതിൽ നിന്ന് വിട്ടുപോകും. ഈ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് അന്നത്തെ പ്രൊഫഷണൽ വർക്കിൻ്റെ ഓഡിറ്റ് സ്വന്തമായിട്ട് ചെയ്യാറുണ്ട്? ഓഡിറ്റ് ഞാൻ തിരിഞ്ഞാലോചിക്കാറ്, അതായത് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ യു ഡൺ എ ഗുഡ് ജോബ്. ഉറക്കം വരാതെ വരുമ്പം ഉറക്കം കെടുത്തുന്ന ചിന്തകളുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നോട്ട് ഡൺ എ പ്രോപ്പർ ജോബ്. അത് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. വൈകുന്നേരം വന്ന് കൂളായിട്ടിരുന്നു, ഫുട്ബോൾ മാച്ച് കാണാൻ സാധിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു, ആൻഡ് യു ഗോ ഫോർ സ്ലീപ്പ്. അപ്പം ഞാൻ എന്നും പറയാറുണ്ട്, അതായത് ഇപ്പം നാളെ ശനിയാഴ്ചയിൽ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് ആരംഭിക്കുന്ന വെള്ളിയാഴ്ച രാത്രിയാണ്. സൗണ്ട് സ്ലീപ്പ് യു ഗെറ്റ് ആൻഡ് ഗോ ബാക്ക്. അത് അപ്പോൾ തീർച്ചയായും നമ്മൾ ഇൻഡയറക്റ്റ്ലി തന്നെ നമ്മൾ അൺനോയിങ്ലി ഒരു ഓഡിറ്റിംഗ് ഉണ്ടാവും. അതുപോലെ എന്തെങ്കിലും വേർ യു ആർ നോട്ട് ഡൺ പ്രോപ്പർലി, അതിനേക്കാൾ കൂടുതൽ നമുക്ക് യു ഫീൽ ബാഡ് ദാറ്റ് യു ഷുഡ് നോട്ട് ഹാവ് ഡൺ ദാറ്റ്. അങ്ങനെയൊക്കെ വരുമ്പോൾ രാത്രി ഉറക്കം കെടുത്തും. യു വിൽ നോട്ട് ഗെറ്റ് എ സൗണ്ട്, ഇൻക്ലൂഡിങ് നമ്മൾ പേഷ്യൻ്റായിട്ട് വഴക്കുണ്ടാക്കുന്ന പേഷ്യൻ്റ് വഴക്കല്ല, പേഷ്യൻ്റ് നമ്മൾ വഴക്ക് പറഞ്ഞാൽ പോലും ഫോർ നോട്ട് കമ്മിങ് ഓൺ പ്രോപ്പർ ടൈം. ഞാൻ അത് മാത്രമേ വഴക്ക് പറയാറുള്ളൂ. അതായത് റെഗുലറായിട്ട് ഫോളോ അപ്പ് വരുന്നില്ല, എനിക്ക് വഴക്ക് പറയാറുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും തിരിച്ചു വരുമ്പോൾ യു ഫീൽ നോ ഇറ്റ്സ് നോട്ട് ഡൺ ദാറ്റ്. അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമേ ഉറക്കം കെടുത്തുള്ളൂ. പക്ഷേ അവിടെ ഒരു സെൽഫ് ഓഡിറ്റിങ് ഓട്ടോമാറ്റിക്കലി ഇൻഡയറക്ട്ലി നടക്കുന്നുണ്ട് എപ്പോഴും. അല്ലാതെ നമ്മൾ ഒരു ടേബിളിൽ പോയി എടുത്ത് വെച്ചിട്ട് ഇത്ര ഇന്ന കേസ് ആവശ്യമില്ല. നേരത്തെ ഇടയ്ക്കൊന്ന് മാറിപ്പോയി കളി കാണുന്ന കാര്യം പറഞ്ഞു. ഇപ്പം ഈ ഷട്ടിൽ കോക്ക് ബാഡ്മിൻ്റൺ ഞാൻ ട്രാൻഡത്ത് വെച്ച് റെഗുലറായിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 5-6 മണിക്ക് പോകും. അന്ന് പിള്ളേരൊക്കെ ചോട്ട പിള്ളേഴ്സാണ്. ഓർമ്മയുണ്ടോ? RCCയിൽ ഉള്ളപ്പം യുവ ഡോക്ടറായിട്ട് അവിടെ ഇരിക്കുമ്പം ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നിന്ന് എന്തെങ്കിലും കാര്യം അന്വേഷിക്കാൻ വിളിച്ചത്. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ അന്വേഷിച്ചത് എവിടെയാണ് പോയിരുന്നു? കളിക്കാൻ പോകും. രാവിലെ റെഗുലറായിട്ട് സിനിമ ക്ലബ്ബിൽ പോകുമായിരുന്നു. SMCയിലായിരുന്നു കളി. റെഗുലറായിട്ട് കളിക്കുമായിരുന്നു. അത് സീരിയസ് ഗെയിമാണ്, വെറും തട്ടി നിൽക്കുകയല്ല. ഒരു 5:30-6 മണി തൊട്ട് ഒരു 7:30-8 o'clock വരെ ടഫ് ഗെയിംസ്. ആ ഗെയിം കളിക്കും. തിരിച്ച് ഞാൻ ജിമ്മി ജോറിൽ വരുമ്പം പിള്ളേർ കളിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ യങ്സ്റ്റേഴ്സ് ബിഡിങ് ഫോർ എ സ്റ്റേറ്റ് നാഷണൽ ചാമ്പ്യൻഷിപ്പിനൊക്കെ. അപ്പോൾ അവരോട് കളിക്കും. ഒരു സൈഡിൽ ആൾ തയ്ക്കാതെ വരുമ്പോൾ കൂടെ നിൽക്കും, കളിക്കും, അങ്ങനെ കളിക്കും. ഇറ്റ് യൂസ് ടു ഹാപ്പൻ ടിൽ ഐ റീച്ച് എറണാകുളത്ത് വന്ന് ഞാനൊരു 2-3 ദിവസം ഒക്കെ നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ കളിക്കാൻ പോയി. പക്ഷേ ആ ഒരു കമ്പനിയൊക്കെ പോയി. അതായത് വേണ്ടത്തൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ രാവിലെ എല്ലാവരും കാണും, തമാശ പറഞ്ഞ് കളിയൊക്കെ. ആ ഗ്രൂപ്പ് പോയി. പിന്നെ ഐ സ്റ്റാർട്ടഡ് വർക്ക്സ്. ഇപ്പം ഞാനിവിടെ ബിൽഡപ്പ് ചെയ്തൊരു യൂണിറ്റ് പോലെയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നല്ല വർക്ക് വരുമായിരുന്നു. ഓക്കെ, കമ്മിങ് ബാക്ക് ടു യുവർ ഡേയ്സ് ഇൻ RCC. ഇപ്പോൾ ഡോക്ടറിൻ്റെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരി സ്തനാർബുദമായിട്ട് വരികയാണ്. അന്നും ഡോക്ടറിൻ്റെ മുമ്പിൽ ഇങ്ങനെ പേഷ്യൻസ് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. അന്നും ഇന്നും ഇങ്ങനെയുള്ള ഒരു ലേഡി പ്രസൻസ് വിത്ത് ലംപ് ഇൻ ദ ബ്രസ്റ്റ് വാക്സ് ഇൻ യുവർ ഓഫീസ്, എങ്ങനെയായിരിക്കും അന്നും ഇന്നും ഡോക്ടർ ഡീൽ ചെയ്യുന്നത്? I think a lot of changes happened. Tell me. Later. ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അന്ന് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പറയുന്ന ഒരു ട്യൂബ് പോലെയാണ്. യോട്ടെ ട്യൂബുലർ വിഷൻ ലൈക്ക് നമ്മൾ അതിൻ്റെ ബ്രസ്റ്റ് വരികയാണെങ്കിൽ ബ്രസ്റ്റിന് നമ്മൾ സർജറി ആദ്യമേ ചെയ്യും.
കീമോതെറാപ്പി കൊടുക്കും, ഹോർമോൺസ് കൊടുക്കും, റേഡിയേഷൻ. ഈ 4 കാര്യം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. അത് നമ്മൾ ആസ് ഇഫ് ഒരു മെക്കാനിക്കലി ഇങ്ങനെ ചെയ്തു പോകുന്ന പോലത്തെ സ്റ്റേജ് ആയിരുന്നു ഞങ്ങൾ പഠിക്കുന്ന സമയം. പ്രത്യേകിച്ചും ഈ കോബോൾട്ട് ചേഞ്ച് ലോട്ട് എല്ലാ സ്റ്റെപ്പിലും ഇതിൽ. ഇപ്പം നമ്മളൊരു ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻ്റ് ആദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡയഗ്നോസ് തൊട്ട് വ്യത്യാസം വരും. ഇൻ ദി സെൻസ് എവരി ബ്രസ്റ്റ് ക്യാൻസർ ഈസ് നോട്ട് സെയിം. ഇപ്പോൾ നമ്മൾ ബയോപ്സി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ പണ്ട് ബ്രസ്റ്റ് ക്യാൻസറുള്ള ഡയഗ്നോസ് മാത്രം മതി, എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല. ഇന്നങ്ങനെയല്ല. നൗ യു ആർ ഗോട്ട് ടു പുട്ട് ഇൻ ഡിഫറെൻറ്റ് ബാസ്ക്കറ്റ്സ്. ഇത് ഏത് കാറ്റഗറിയിൽ വരുന്നു. അപ്പോൾ നമ്മളതിനെ ഡിവൈഡ് ചെയ്ത് പോകുക. നമ്മൾ മെയിൻലി 4 ബാസ്ക്കറ്റ് എന്ന് പറയാം. അതൊന്ന് ഹോർമോൺ പോസിറ്റീവ്സ് വരുന്നവരണം, പിന്നെ ഹോർമോൺ നെഗറ്റീവ് വരുന്നവരണം, പിന്നെ നമുക്ക് HER2 പോസിറ്റീവ് എന്ന് പറയാം, പിന്നെ നമ്മൾ ട്രിപ്പിൾ പോസിറ്റീവ് എന്ന് പറയാം. അങ്ങനെ 4 ഡിവൈഡ്, മെയിൻലി 3 എന്ന് അറിയാം. ആൻഡ് ദ ട്രീറ്റ്മെൻറ്റ് ഡിഫേഴ്സ്, chance of recovery differs, that means prognosis differs, and your whole approach to the disease differs. ആ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ട്രിപ്പിൾ നെഗറ്റീവ് പേഷ്യൻ്റ് വരാണെങ്കിൽ എല്ലാ ഹോർമോൺസ് ER നെഗറ്റീവാണ്, PR നെഗറ്റീവ്, പോസ്റ്റ് HER2 എന്ന് പറയുന്ന റിസപ്റ്റർ, 3 നെഗറ്റീവ് ആണെങ്കിൽ എൻ്റെ മനസ്സിലെപ്പോഴും ഇത് പ്രോസസ് അത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള സാധനമാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ കീമോ പോലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ദെൻ യു ഗോ ബാക്ക് ഫോർ സർജറി ലേറ്റർ. പണ്ടെങ്കിലേ ബ്രസ്റ്റ് ക്യാൻസർ ഒന്ന് സർജറി ചെയ്യാൻ പറ്റിയ സർജറി, അത് മാത്രമേ ഉള്ളൂ. അതുപോലെ HER2 സാധനം പോസിറ്റീവ് ആയിക്കോട്ടെ, ആൻറ്റിബോഡീസ് HER2 ന്യൂ റിസപ്റ്റർ എന്ന് പറയുന്ന സാധനം, HER2 റിസപ്റ്റർ സാധനമുണ്ട്. അത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ യൂസ് സർട്ടൻ ആൻറ്റിബോഡീസ് കോൾഡ് ട്രസ്റ്റ്രിസമാബ് എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ ചേട്ടന്മാരും അന്യന്മാരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വിൽ ബി യുവർ ഫസ്റ്റ് അപ്രോച്ച്. അപ്പോൾ നമ്മുടെ ഹോൾ ഡയഗ്നോസ് നമ്മുടെ പെത്തോളജി കൊണ്ട് മാത്രം നമ്മുടെ ഡയഗ്നോസ് ആവുന്നില്ല. യു ഹാവ് ടു പുട്ട് ഇൻ ഡിഫറെൻറ്റ് ബാസ്ക്കറ്റ്. ദാറ്റ് മീൻസ് നമ്മൾ ഒരുമാതിരി ഒരു പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറയും. അതായത് 2 ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻറ്റ് സിമിലർ അല്ല, അതൊരു പാർട്ട് അങ്ങനെ വരിക. നമുക്ക് ഡയഗ്നോസ്റ്റിക് അപ്രോച്ച്. പണ്ട് ഞാനിത് കഴിഞ്ഞാൽ പേഷ്യൻ്റ് മാക്സിമം ഒരു എക്സ്റേ എടുക്കും, ചിലപ്പോൾ ഒരു അൾട്രാസൗണ്ട് ചെയ്യും. ദാറ്റ് ഇസ് എൻഡ് ഓഫ് മൈ സ്റ്റോറി. സ്റ്റേജിങ്, അതായത് ഏത് സ്റ്റേജ് ആണ് വേണ്ടി. ഇന്നങ്ങനെയല്ല, യു ഹാവ് ഗോ ടു അപ് ടു ഇവൻ പെറ്റ് സ്കാനൊക്കെ എടുത്ത് നോക്കിയിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുക. ബിക്കോസ് യു ഹാവ് ഗോട്ട് ദാറ്റ് മച്ച് അവൈലബിൾ വിത്ത് യു. എക്സ്റേ പോയി, CT സ്കാൻ വന്നു, MRI വന്നു, പെറ്റ് സ്കാൻ വന്നു, ആൻഡ് ഈവൻ ദി ഫർദർ ഡെവലപ്മെൻറ്റ്സ്. അപ്പോൾ നമ്മുടെ സ്റ്റേജിങ് ബിക്കംസ് മോർ ആക്യുറേറ്റ്. ഓക്കെ. ട്രീറ്റ്മെൻറ്റ് അപ്രോച്ചിൽ പണ്ട് നമുക്കൊരു 1-2 ഷെഡ്യൂളേ ഉള്ളായിരുന്നു. കീമോതെറാപ്പി അത്ര മരുന്നേ ഉള്ളൂ. ഞാൻ പഠിക്കുന്ന സമയത്ത് അതുപോലും ഇല്ല. കാരണം എന്താ വെച്ചാൽ ഈ മരുന്നൊക്കെ ഇമ്പോർട്ടഡാണ്. നോട്ട് എ സിംഗിൾ ഡ്രഗ് വാസ് മാനുഫാക്ചർ ഇൻ ദി കൺട്രി. അപ്പോൾ നമുക്ക് ഏത് മരുന്ന് കിട്ടുന്നോ അത് വെച്ചൊരു ഷെഡ്യൂളാണ് അന്ന് പണ്ടൊക്കെ. ഇന്നങ്ങനെയല്ല. ഇന്നൊക്കെ എവരി ഡ്രഗ് അവൈലബിൾ. അത് മാത്രമല്ല, ഡ്രഗ്സ് ഹാസ് ചേഞ്ച്ഡ്. അപ്പോൾ പണ്ടുണ്ടായിരുന്ന ഷെഡ്യൂൾസ് പലതും മാറി പുതിയ ഡ്രഗ്സ് വന്ന കാര്യമാണ്. വിത്ത് ലെസർ സൈഡ് ഇഫക്ട്സ്, മച്ച് മോർ ബെറ്റർ ഇഫക്ട്സ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ അത് മാറി അതിൻ്റെ കൂടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആൻറ്റിബോഡി ആഡ് ചെയ്യണമെന്ന് തീരുമാനം എടുക്കാം. പിന്നെ ഇമ്മ്യൂണോതെറാപ്പി ഡ്രഗ്സ് ഒക്കെ ഇതൊക്കെ ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. റേഡിയേഷൻ അഗൈൻ ബിക്കം സോഫിസ്റ്റിക്കേറ്റഡ്. അതായത് നമ്മൾ പണ്ട് എല്ലാ പേഷ്യൻ്റ് റേഡിയേഷൻ കൂടെ നമ്മൾ 10 പ്രാവശ്യം ആലോചിക്കും റേഡിയേഷൻ ഇല്ലാത്ത പേഷ്യൻ്റ് വേണമെന്നുള്ളത്. അതുപോലെ കീമോതെറാപ്പിയും ഇല്ലാതെ പോകാൻ പറ്റുമോ നമ്മൾ നോക്കും. അതിനുള്ള ടെസ്റ്റൊക്കെ നമുക്കുണ്ട് അവൈലബിൾ. അപ്പം നമ്മൾ റേഡിയേഷൻ പണ്ട് ഈ പറഞ്ഞ പോലെ കോബാൾട്ട് മാത്രമേ ഉള്ളൂ. ബേൺസ് ഔട്ട് സ്കിൻ ലൈക്ക് എനിത്തിങ്. MRI സ്കാൻ ഉണ്ടോ? ഇല്ല. MRI പോയിട്ട് അൾട്രാസൗണ്ട് ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് MD റേഡിയേഷൻ ചെയ്യാൻ വേണ്ടി ഓളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോഴാണ്. ടിൽ ദാറ്റ് ടൈം ഐ നോട്ട് സീൻ അൾട്രാസൗണ്ട്. അവിടെ വെച്ചാണ് ആദ്യം കാണുന്നത്. നൗ യു ഗോട്ട് എവറിത്തിങ് നൗ. പെറ്റ് സ്കാൻ ഇപ്പോൾ എല്ലായിടത്തും ഇല്ല, എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ എവരി മേജർ സെൻറ്റേഴ്സ് ഗോട്ട് പെറ്റ് സ്കാൻ നൗ. ആ ലെവലിൽ പോയി കഴിഞ്ഞാൽ അത് റേഡിയേഷൻ അതുപോലെ ന്യൂർ മെഷീൻസ് വരികയാണ്, ന്യൂർ ടെക്നിക്സ് വരികയാണ്, മോർ പ്രിസിഷനാണ്. അതായത് നമുക്ക് പിൻ പോയിന്റ് ചെയ്ത് റേഡിയേഷൻ എടുക്കാൻ സാധിക്കുന്ന വിത്ത് മിനിമൽ സൈഡ് ഇഫക്ട്സ്. മറ്റേ നമ്മൾ റേഡിയേഷൻ എടുത്ത് മുഴുവൻ ബേൺ ചെയ്ത് പേഷ്യൻ്റ് കംസ് ടു. ഇപ്പം അങ്ങനെയല്ല. ഇതൊക്കെ ഹാസ് ഹാപ്പൻഡ് നൗ ആൻഡ് ഫൈനലി ദ ഔട്ട്കം ഹാസ് ചേഞ്ച് ചെയ്യാത്തൊരു ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പണ്ട് ഇപ്പോഴും നമ്മുടെ പേഷ്യൻസ് അഡ്വാൻസ് സ്റ്റേജാണ്. ആണോ? പേഷ്യൻസ് ആർ നോട്ട് കമ്മിങ് ടു 70. ഇപ്പോൾ നമ്മുടെ ഇതേ എടുക്കുകയാണെങ്കിൽ വെസ്റ്റേൺ പോപ്പുലേഷൻ വികസിത രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു 80% 92% ആൾക്കാരും വരുന്നത് ഏർലി സ്റ്റേജിലാണ്. ദാറ്റ് മീൻസ് യുവർ സ്ക്രീനിങ് ഹാസ് ഇംപ്രൂവ്ഡ് എ ലോട്ട്. നമുക്ക് ഇപ്പോഴും 2/3 വരുന്നത് സ്റ്റേജ് 3 എബോവ് ആണ്. ദാറ്റ് മീൻസ് യുവർ ക്യൂർ ഈസ് നോട്ട് ദെയർ. അപ്പോൾ നമുക്ക് ഇനി ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടത് മുഴുവൻ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷനാണ്. സ്ക്രീനിങ് ആൻഡ് പ്രിവെൻഷനാണ്. ഇത് രണ്ടും നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ടാർഗറ്റ് എത്താൻ പറ്റുള്ളൂ. വാട്ട് അവർ ഔട്ട്കം ഇറ്റ് മേ ബി എന്ന് പറഞ്ഞാൽ.
പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ വന്നാൽ ഐ ടോൾഡ് യു ദാറ്റ് 2 ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻറ്റ് സിമിലർ അല്ല എന്ന് പറഞ്ഞു. ബിക്കോസ് അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറി കഴിയുമ്പോൾ ദേ ആർ ജെനറ്റിക്കലി ഡിഫറെൻ്റ് ആണ്. ട്യൂമേഴ്സ് ആർ ജെനറ്റിക്കലി ഡിഫറെൻറ്റ്. അപ്പോൾ നമ്മൾ വി ക്യാൻ ഡു ജീൻ സീക്വൻസിങ് നൗ, ഐഡൻറ്റിഫൈ ബിക്കോസ് നമുക്ക് ബേസിക്കലി എന്ത് ക്യാൻസറോട് പറയുകയാണെങ്കിലും ബേസിക്കലി ദർ ഇസ് എ മ്യൂട്ടേഷൻ ഇൻ ദി ജീനിൽ വരുന്ന മ്യൂട്ടേഷൻ. നമ്മൾ എന്ത് കാര്യം പറഞ്ഞല്ലോ, അത് പുകവലിക്കുന്നു, നമ്മൾ വെള്ളം ഒടിക്കുന്നു പറയുന്നു, എൻവയോൺമെൻറ്റ് പറയുന്നു, നമ്മൾ എന്ത് പറഞ്ഞാലും ഫൈനലി ഇറ്റ് കംസ് ആൻഡ് ദി ഇമ്പാക്ട് ഇസ് ഓൺ ദി ജീൻ. ജീനിൽ വരുന്ന ഈ ചേഞ്ചസ് മ്യൂട്ടേഷനാണ്. ആ മ്യൂട്ടേഷനിൽ ഇപ്പോൾ നമുക്ക് യു ക്യാൻ ഐഡൻറ്റിഫൈ തിങ്സ് കോൾഡ് ആസ് ഡ്രൈവർ മ്യൂട്ടേഷൻസ്. അത് കുറേ മ്യൂട്ടേഷൻ ഉണ്ടെങ്കിലും അതിൽ ഒരു മ്യൂട്ടേഷൻ ആയിരിക്കും ഈ ട്യൂമറിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബോത്ത് ദി പ്രോഗ്രഷൻ ആസ് വെൽ ആസ് ദി സ്പ്രെഡ്. ഒരു ജീനായിരിക്കും, അതിനെയാണ് നമ്മൾ ഡ്രൈവർ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം പോസിബിൾ ഇൻ മെനി ഓഫ് ദി ഡിസീസസ്. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നതിൽ ഒരു ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻറ്റ് 2 ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻറ്റിലെ മ്യൂട്ടേഷൻസ് 2 ആയിരിക്കും. പക്ഷേ ചിലപ്പോൾ ഒരു ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻ്റെയും ഒരു ലങ് ക്യാൻസർ പേഷ്യൻ്റെയും മ്യൂട്ടേഷൻ സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ ദി ഓർഗൻ ഓഫ് ഒറിജിൻ അല്ല നമ്മുടെ ട്രീറ്റ്മെൻറ്റ്, ബട്ട് വിൽ ബി ബേസ്ഡ് ഓൺ യുവർ മ്യൂട്ടേഷൻ. അതാണ് നമ്മൾ ഈ പേഴ്സണലൈസ്ഡ് മെഡിസിൻ, ഇൻഡിവിജ്വൽ മെഡിസിൻ എന്ന് പറഞ്ഞ് പോകുന്നത്. കാരണം നമ്മൾ ബേസ്ഡ് ഓൺ ഈച്ച് പേഷ്യൻ്റ് മാറ്റി. അപ്പം നമ്മൾ ആ ലെവൽ വരെ നമ്മുടെ പെത്തോളജി ആൻഡ് മോളിക്കുലർ ബയോളജി ഹാസ് ചേഞ്ച്ഡ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മെഡിസിൻസ് വരികയാണ്. അതായത് പണ്ട് നമ്മൾ കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ കാർഡടച്ച് വെടിവെക്കാന്ന് പറയും. എവിടെയൊക്കെ സെൽസ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ പോയി ദാറ്റ്സ് വൈ യു ഗെറ്റ് ഹെയർ ലോസ്. നമുക്ക് മുടി പോകുന്നു, നമ്മുടെ ബ്ലഡിലെ കൗണ്ട് കുറയുന്നു, അതൊക്കെ പോകും. കാരണം വെച്ചാൽ നമുക്ക് നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ ഫാസ്റ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന കോശങ്ങളെ നശിപ്പിക്കാനുള്ളതാണ്. ഇറ്റ്സ് നോർമൽ ഓർ അബ്നോർമൽ, വി ആർ നോട്ട് ബോതേർഡ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞ മ്യൂട്ടേഷൻ ഡ്രൈവർ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ സാധനം കണ്ടുപിടിക്കുകയാണ്. ആ മ്യൂട്ടേഷൻ കൊണ്ട് ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എപ്പോഴും ഒരു പ്രോട്ടീൻ ആയിരിക്കും, എൻസൈംസ് ഒക്കെ ആയിരിക്കും, ജീൻ പ്രോഡക്ട്സ് ആയിരിക്കും. ആ പ്രോഡക്ട്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം ആൻഡ് യു ക്യാൻ ബ്ലോക്ക് ഇറ്റ്. അപ്പോൾ കീമോതെറാപ്പി എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് വി ആർ യൂസിങ് ടാർഗറ്റഡ് മെഡിസിൻസ് ആണ്. ടാർഗറ്റഡ് അത് ജനറ്റിക് ഇതാണോ? അതായത് നമ്മളിപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞ ഒരു മ്യൂട്ടേഷൻ ഞാൻ പറഞ്ഞില്ലേ, ഡ്രൈവർ മ്യൂട്ടേഷനാണ്. അപ്പോൾ ഡ്രൈവർ മ്യൂട്ടേഷൻ എങ്ങനെ ഈ ട്യൂമറിൽ ആക്ട് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വിത്ത് ദി പ്രൊഡക്ഷൻ ഓഫ് ജീൻ്റെ ഒക്കെ പർപ്പസ് പ്രോട്ടീൻ പ്രൊഡക്ഷനാണ്. ആൻഡ് ദർസ് എ എൻസൈം ഓർ പ്രോട്ടീൻ പ്രൊഡ്യൂസ്ഡ്. നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്താൽ മതി. You not have to go and think of killing all these cells. അത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ബ്ലോക്ക് ചെയ്യും. അത് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്ന കീമോതെറാപ്പി ഒന്നും അല്ല, ടാബ്ലറ്റ്സ് ഉണ്ട്. ഫോർ എ ക്ലാസിക്കൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ലങ്ങിലൊക്കെയാണ്, ലങ്ങിൽ കൊണ്ട് കീമോതെറാപ്പി മാത്രമേ പറ്റുള്ളൂ. നൗ യു ക്യാൻ ഐഡൻറ്റിഫൈ ദി ടാർഗറ്റ്സ്. ചിലപ്പോൾ അത് ഡിഫറെൻ്റ് ഉണ്ട്. ആൽക്കറോസ് ഉണ്ട്, EGF പറയുന്നത് നമ്മൾ ഐഡൻറ്റിഫൈ. ഇപ്പോൾ ജീൻസ് നമ്മൾ വിടും. ഒരു പേഷ്യൻ്റ് ബയോപ്സി വന്നു കഴിഞ്ഞാൽ പണ്ട് ബയോപ്സി കിട്ടിയ ലങ് ക്യാൻസർ മാത്രം മതി. ഇന്നെങ്ങനെയല്ല, നമുക്ക് ലങ് ക്യാൻസർ ഡിവൈഡ്. പണ്ട് സ്മോൾ സെൽ നോൺ സ്മോൾ സെൽ പണ്ട് ഡിവൈഡ് ചെയ്യും. പക്ഷേ ഇന്ന് നമുക്ക് അതിനെ യു വിൽ സെൻഡ് ഫോർ എ നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ് NGS ആണ്, സീക്വൻസിങ് ആണ്. അത് വിട്ട് കഴിഞ്ഞാൽ യു ക്യാൻ ഐഡൻറ്റിഫൈ ആസ് ടു ഒരു പണ്ട് വെച്ചാൽ ഓരോ മ്യൂട്ടേഷനൊക്കെ വേറെ നോക്കണം. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. സോ വിൽ സെൻഡ് NGS ഫോർ ലങ് പാനൽ എന്ന് പറഞ്ഞ് വിട്ടാൽ ദേ വിൽ സെൻഡ് എൻ അറേ ഓഫ് മ്യൂട്ടേഷൻസ് ടെസ്റ്റ് വി ഹാഡ് ഡൗൺ, ഔട്ട് ഓഫ് വിച്ച് ഇഫ് ദർ ഇസ് എ മ്യൂട്ടേഷൻ വിച്ച് ഈസ് പോസിറ്റീവ് നമുക്ക് ആ മെഡിസിൻ നമുക്ക് യൂസ് ചെയ്യാം. അത്രയും കഴിയുമ്പോഴേ നമുക്ക് ഇപ്പോൾ വർക്കപ്പ് കംപ്ലീറ്റ് ആവുള്ളൂ. ശരി. പണ്ടത്തെ പോലെ അല്ല. ഇപ്പോൾ നമുക്ക് യു ഹാവ് ടു ഗോ ഫോർ എ ബയോപ്സി ഫസ്റ്റ്, ഐഡൻറ്റിഫൈ ഗോയിങ് ഫോർ immunohistochemistry as to what type it is, and then you send for an NGS and see what is the gene sequencing and what is the driver mutation like, then only your final treatment comes. ക്ലിനിക്ക് വന്നിട്ട് എനിക്ക് പിന്നെ എന്തോന്ന് ഡയബറ്റീസ് ഉണ്ടോ എന്ന് നോക്കുന്നത് പോലെ പെട്ടെന്ന് കയറി വന്നിട്ട് എന്താ എൻ്റെ ക്യാൻസറിൻ്റെ അസുഖം ഒന്ന് കണ്ടുപിടിക്കാൻ ഡിഫിക്കൽട്ട്. പിന്നെ ഡോക്ടർ നേരത്തെ പറഞ്ഞില്ലേ ഈ നമ്മുടെ ഇവിടെയും അവിടെയും പുറത്തുമായിട്ടുള്ള ഡെവലപ്ഡ് വെസ്റ്റുമായിട്ടുള്ള വ്യത്യാസം കാണുന്നത് സ്ക്രീനിങ് ആൻഡ് പ്രിവെൻഷൻ എന്ന് പറഞ്ഞില്ല. നമ്മുടെ എന്താണ് നമ്മുടെ പോപ്പുലേഷനിൽ ഇതിനെ പൊറോട്ടടിക്കുന്ന സിംഗിൾ പ്രധാന കാരണങ്ങൾ എന്താണ്? അതോ ഇത് സ്ത്രീകൾക്ക് പലരും നമ്മൾ അറിയുന്നത് ബ്രസ്റ്റ് വരുന്ന സമയത്ത് കാണിക്കേണ്ട അതുണ്ട്. അത് പേഷ്യൻറ്റിന് ഇൻഹിബിഷൻ ഉണ്ട്, നല്ലപോലെ ഉണ്ട്. ഇൻഹിബിഷൻ അതൊക്കെ പല റീസൺസ് ഉണ്ട്. ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ പുറത്ത് പറയണ്ട. ഇപ്പോഴും നമുക്കൊരു പേഷ്യൻ്റ് റൂമിലേക്ക് വരുമ്പോൾ ആദ്യമേ ഒരാൾ ഓടി വന്നിട്ട് പറയും എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ്. പറയണ്ട കേട്ടോ, പേഷ്യൻ്റിനോട് പറയണ്ട. പേഷ്യൻ്റ് അറിയാൻ പാടില്ല, പേഷ്യൻ്റ് താങ്ങാനുള്ള ശക്തിയില്ല. ഇത് പറഞ്ഞാൽ പേഷ്യൻ്റാണ് ചിലപ്പോൾ ഇയാൾക്കാണ് ശക്തിയുള്ള ആളായിരിക്കും. മനസ്സിലാവും. പക്ഷേ അതും കൊണ്ട് ഓടി വരുന്നത്, നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നത് അതൊരു പാർട്ടുണ്ട്. അതായത് നമുക്ക് അങ്ങനെ ഒരു അത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റിഗ്മയാണ്, സൊസൈറ്റിയിലെ സ്റ്റിഗ്മയാണ്. അത് ഞാൻ എപ്പോഴും തമാശയ്ക്ക് പറയുന്നറിയോ,
എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടില്ലെങ്കിലും ഒരു സമൂഹത്തിൽ പോയി നിന്ന് എനിക്ക് ഡയബറ്റീസ് ഉണ്ട്, എനിക്ക് ഷുഗർ ഐ മീൻ പ്രഷറുണ്ട്, എനിക്ക് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന നമ്മൾ സമൂഹത്തിൽ കുറച്ചൊരു ഹയർ പൊസിഷനാണ്. അത് ഹയർ പൊസിഷൻ തരുന്ന രോഗം. നേരെ ക്യാൻസർ ഉണ്ടെന്ന് ആരും പറയാം, ചിലപ്പോൾ ഇന്നസെൻ്റ് പോയി പറഞ്ഞാലും പക്ഷേ ആരും പറയില്ല. അപ്പോൾ അത് സ്റ്റിഗ്മയാണ്. ആ സ്റ്റിഗ്മയ്ക്ക് ഇത് മാത്രമല്ല കാരണം. എന്താ വെച്ചാൽ ഇപ്പോഴും അമ്മയ്ക്ക് ക്യാൻസർ വന്നാലും മകളുടെ വിവാഹം നടക്കില്ല. ഈവൻ ടു ദി എക്സ്റ്റെൻറ്റ് ദാറ്റ് സൺ ഈസ് നോട്ട് ഗെറ്റിംഗ് മാരീഡ്. അത് നമ്മൾ ഒരു സീൽ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ അസുഖം വന്ന ആൾ രക്ഷപ്പെടില്ല എന്നുള്ളത് അവരെ മനസ്സിലടിച്ച് കയറ്റും. അസുഖം വന്ന ആൾ ഒരു ജോലിക്ക് പോകാൻ പാടില്ല, വീട്ടിലിരിക്കാൻ പറയും. പക്ഷേ സ്നേഹം കൂടിക്കൊണ്ട് പോകുന്നതായിരിക്കും. എന്നാലും പക്ഷേ നല്ല ക്യാൻ ജസ്റ്റ് ഇമാജിൻ. എപ്പോഴും നമുക്ക് നമ്മളല്ലേ മനുഷ്യനെ എപ്പോഴും ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ്, സാമൂഹിക ജീവിയാണെന്ന് പറഞ്ഞാൽ തന്നെയാണ്. അതുപോലെ അതിനുള്ളൊരു അവസരം നമ്മൾ കൊടുത്തില്ലെങ്കിൽ യു ഗെറ്റ് ഡിജക്റ്റഡ്. ഞാനൊരു അസുഖമാണ്, വീട്ടിലിരിക്കണം, അത് വഴക്കുണ്ടാക്കും. ചിലപ്പോൾ ഈവൻ ടു ദി എക്സ്റ്റെൻറ്റ് ദാറ്റ് മുറിക്കകത്ത് അടച്ചിട്ട് പോകുന്ന ആൾക്കാരാണ്. പുറത്തേക്ക് പോകുമ്പം കൂടെ കൊണ്ടുപോകാത്ത ആൾക്കാരുണ്ട്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കാത്ത ആൾക്കാരുണ്ട്, ബെഡ് സെയിം റൂമിൽ കിടക്കാൻ സാധിക്കുക, അത് ഹസ്ബൻഡ് വൈഫായിരിക്കും, എന്നാലും സെയിം റൂമിൽ കിടക്കാൻ വിസമ്മതിക്കുന്ന ആൾക്കാരുണ്ട്, സെയിം കിച്ചൺ യൂസ് ചെയ്യാൻ വിസമ്മതിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ സ്റ്റിൽ ഹാപ്പൻ. ഇതൊന്നും PhD MSc ഒന്നും അല്ല കാര്യം. ദേ ആർ നോട്ട് അറ്റ് ഓൾ ഡെവലപ്ഡ് ഇൻ ടേംസ് ഓഫ് ദീസ് തിങ്സ്. നമുക്ക് ഇതിന് മറ്റുള്ള ആൾക്കാർ വരുന്നുണ്ട്, അതായത് ദേ ആർ PhD ഹോൾഡേഴ്സ്, പക്ഷേ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന മെൻറ്റാലിറ്റി ഇതാണ്. അതേസമയത്ത് ഇത് ഒന്നുമില്ലാത്ത ആൾക്കാരുണ്ട്, ദേ ആർ വെരി ക്ലിയർ, ഞങ്ങൾ കൊണ്ടു അത് ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പം ഈ വ്യൂവേഴ്സിനോട് ഡോക്ടറിന് പറയാനുള്ള ഇങ്ങനെയുള്ള ഒരു ഇൻസിഡൻസ് ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് ആവശ്യത്തിന് ഏർലി സ്റ്റേജസ് കിട്ടുന്നില്ല. വാട്ട് ഈസ് യുവർ അഡ്വൈസ് ടു ദം? സിമ്പിൾ അഡ്വൈസ്. 2-3 കാര്യമുണ്ട്, 2-3 ലെവലിലുണ്ട്. ഒന്ന്, പബ്ലിക് ഷുഡ് ബി എഡ്യൂക്കേറ്റഡ്. അത് 60 വയസ്സുകാരെപ്പോഴല്ല പഠിപ്പിക്കേണ്ടത്. സ്റ്റാർട്ട് ഫ്രം ദി സ്കൂൾസ്. സ്കൂളിൽ നമ്മൾ ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും പഠിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ടു ലുക്ക് ആഫ്റ്റർ യുവർ ഹെൽത്ത്. ഹൗ യു ഹാവ് ടു ഡു ദാറ്റ്, വാട്ട് ആർ തിങ്സ് യു ഷുഡ് ഡു ആൻഡ് ഷുഡ് നോട്ട് ഡു. അത് സ്റ്റാർട്ട് ചെയ്യണം. ബിക്കോസ് പാർട്ട് ഓഫ് യുവർ സിലബസ് ടു ലേൺ. അതൊന്നാണ്. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് എന്നാണ് പറയാം. ഇത് ക്യാരറ്റാണ്. ആൻഡ് എഡ്യൂക്കേറ്റ് ദി പബ്ലിക്. ഇത് എല്ലാ മീഡിയയ്ക്കും ഉപയോഗിക്കാം. യു ക്യാൻ യൂസ് ഓൾ മീഡിയ, ക്ലാസ്സസ്, എവറിത്തിങ് യു ക്യാൻ ഗോ ആൻഡ് ടേക്ക് ആൻഡ് ടീച്ച് ദം. രണ്ടാമതാണ് മൂന്ന് സ്റ്റിക്ക് എന്താ വെച്ചാൽ ദർ ഷുഡ് ബി എ ഫിക്സഡ് പ്ലാൻ ഓഫ് സ്ക്രീനിങ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോഴും ഞാൻ പറയാം, നമുക്ക് മെഡിക്കൽ ചെക്കപ്പ്, സപ്പോസ് യു വാണ്ട് ടു ഗെറ്റ് എ ജോബ്, യു ഷുഡ്, പലയിടത്തും മെഡിക്കൽ ചെക്കപ്പ്സ് ഉണ്ട് ഇല്ലേ, യു ഷുഡ് ഡയബറ്റിക്, ഹൈപ്പർ ടെൻഷൻ എല്ലാം ചെക്കപ്പ് ചെയ്താൽ യു ഷുഡ് ബി എ പാർട്ട് ഓഫ് എ സ്ക്രീനിങ് പ്രോഗ്രാം. ക്യാൻസർ ഷുഡ് ഓൾസോ ബി പാർട്ട് ഓഫ് സ്ക്രീനിങ് പ്രോഗ്രാം. കമ്പൽസറി ആയിട്ട് വേണം. അപ്പം ദാറ്റ് ബിക്കംസ് എ സ്റ്റിക്ക് ദാറ്റ് യു ഹാവ് ടു ഗോ ത്രൂ ദിസ്. അല്ലാതെ മാർഗ്ഗമില്ല. ഒരു പ്രൊമോഷൻ വേണമെങ്കിൽ, ഒരു ജോലി വേണമെന്നുണ്ടെങ്കിൽ, ഹയർ അപ്പ്, അങ്ങനെയൊക്കെ തുടങ്ങിയെങ്കിൽ ഒരു 20-25 കഴിയുമ്പോഴത്തേക്കും ദർ വിൽ ബി എ പ്ലാൻ ഓഫ് ആക്ഷനിലായി. ഇതിപ്പോൾ എങ്ങനെ സംഭവിക്കാൻ വെച്ചാൽ ബ്രസ്റ്റ് ക്യാൻസർ ഡേ നമ്മളെല്ലാവരും ആഘോഷിക്കും, 1-2 ക്യാമ്പുകളൂടെയൊക്കെ നടത്തും, ദെൻ യു ലീവ് ഇറ്റ്. അവിടെ നമ്മൾ തട്ടിപ്പോ പിന്നെ ഒന്നും നടക്കുന്നില്ല. വാക്സിനേഷൻസ് ആക്കാൻ ഇപ്പോൾ നമ്മൾ HPV വാക്സിനേഷൻ ഉണ്ട്, HPV വാക്സിനേഷൻ ഉണ്ട്. HPV വാക്സിനേഷൻ നമുക്ക് ഷെഡ്യൂൾ ആയിട്ടിട്ടുണ്ട് പോകണം. സർവൈക്കൽ ക്യാൻസർ. You have to put a schedule that all the schools should do this. അത് ചെയ്യാൻ ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല. ഇപ്പോൾ HPV വാക്സിനേഷൻ ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല, പക്ഷേ അതിനൊരു പോളിസി വേണം. പക്ഷേ പോളിസി മേക്കിങ്ങിൽ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ബേസിക്കലി എല്ലാ ഇറസ്പെക്റ്റീവ് ഓഫ് ഏത് പാർട്ടി ആണെങ്കിലും നമ്മുടെയൊക്കെ മുമ്പിൽ ഒരു ഭരണം നടക്കുന്ന സമയത്ത് ഒരു 5 ഹോസ്പിറ്റലിൽ പണിതിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് എ ബിഗ് പ്രൊജക്ട് ഫോർ ദം. പക്ഷേ ഈ എടുക്കുന്ന HPV വാക്സിനേഷൻ 5 വർഷത്തിനകത്ത് ഒരു വ്യത്യാസം കാണില്ല. ആൻഡ് ഇറ്റ് ബി ഓൺലി 10 years 15 years later that you start seeing the impact. അതിനുള്ളൊരു വിഷനോടുകൂടെ ആ ഇമ്പാക്റ്റ് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള the whole administrative team should be there. അങ്ങനെയാണെങ്കിൽ ഈ ചേഞ്ച് വരും. ഈ HPV വാക്സിൻ എടുക്കുന്ന അതിൻ്റെ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കല്ലേ അത് എടുക്കുന്നത്? ഇപ്പോൾ നമ്മുടെ ആസ് ഓഫ് നൗ ഇന്ത്യയിലെ പെൺകുട്ടികളുടെ വരും, പക്ഷേ ഇറ്റ്സ് ദെയർ അവൈലബിൾ ഫോർ മെയിൽസ് ഓൾസോ. ബിക്കോസ് ദേ ആർ ദി പീപ്പിൾ ഹു ഓൾസോ ട്രാൻസ്മിറ്റ് ഓറൽ ക്യാൻസേഴ്സ്. ബാക്കി ക്യാൻസേഴ്സ് ഇതിപ്പോൾ സർവിക്സ് മാത്രമല്ലല്ലോ, HPV റിലേറ്റഡ് ക്യാൻസേഴ്സ് ലിസ്റ്റ് തന്നെ ഉണ്ട്. അവിടെ അത് ഏത് ഏജിലാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ നമുക്ക് ബിഫോർ സെക്ഷൽ എക്സ്പോഷർ എന്നാണ് ബേസിക് കൺസെപ്റ്റ്. ഓക്കെ, ജസ്റ്റ് ലൈക്ക് യു സെഡ്, കോൺടാക്റ്റിൽ കൂടെ വരുന്നത് എപ്പോഴും. അപ്പോൾ അപ്പോൾ നമ്മൾ സാധനം ഒരു ഏജ് കട്ട് ഓഫ് വയ്ക്കും. 10 വയസ്സിനും 26 വയസ്സിനുള്ള പെൺകുട്ടികളെന്ന് പറഞ്ഞ് വയ്ക്കും. They can walk into a major hospital and get the vaccine. വാക്സിൻ എടുക്കാം.
മൾട്ടിപ്പിൾ സ്ട്രെയിൻസ് കവർ ചെയ്യുന്ന വാക്സിൻസ് വരുന്നുണ്ട്. പോളിവാലിൻ്റെ അപ്പം അത് 4 കവർ ചെയ്യുന്നുണ്ട്, 9 കവർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ലോഡ് ഓഫ് ഡ്രഗ്സ്. അതിൻ്റെ ഇന്ത്യൻ ഡ്രഗ്സൊക്കെ ഈവൻ ഒരു 3,000-4,000 കമ്പനീസ് ആർ കമ്മിങ് ഔട്ട് വിത്ത് പ്രോഗ്രാംസ് ഈവൻ. അതായത് അവർ കമ്പാഷൻ ടൗണിൽ പോലെ തന്നെ പുനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഒരു മാനുഫാക്ചറേഴ്സ് പറഞ്ഞത്. ഇതിന് ഇത്രയും എമൗണ്ട് ഉള്ളതാണ് ഗവൺമെന്റ് ഇതൊരു സാധാരണ വാക്സിൻ പ്രോഗ്രാം ഗവൺമെന്റ് എടുക്കാവുന്ന സ്ലോലി ദേ ആർ സ്റ്റാർട്ടിങ് അപ്പ്. 35 years 30 വർഷത്തിന് മുമ്പും ഇപ്പവും അന്ന് ഡോക്ടറിൻ്റെ മുമ്പിൽ ഈ പറഞ്ഞൊരു സ്തനാർബുദ സ്ത്രീ വന്നാൽ അങ്ങേക്ക് കൈകാര്യം ചെയ്യാനുള്ള ഒരു ക്യാൻവാസ് വളരെ കുറവായിരുന്നു. ഇന്ന് ക്യാൻവാസ് കൂടി. അപ്പോൾ അന്നത്തെ ആ ആകുലതയുണ്ടല്ലോ, അതെങ്ങനെ അതായത് മുമ്പിലിരിക്കുന്ന പേഷ്യൻറ്റിന് അറിയാം, പ്രൊഗ്നോസിസ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഹൗ വിൽ യു ടാക്കിൾ ദാറ്റ് സിറ്റുവേഷൻ? നമുക്ക് 2 കാര്യമുണ്ട് ആ ടാക്കിൾ ചെയ്ത്. പണ്ട് നമുക്ക് എയിം ക്യൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. ഇന്നത്തെ എയിമിൽ ക്യൂർ മാത്രമല്ല, നമ്മുടെ ഹോൾ കൺസെപ്റ്റ് ഹാസ് ചേഞ്ച്ഡ്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ പ്രിവെൻഷൻ, എർലി ഡിറ്റക്ഷൻ, ക്യൂർ, പ്രൊളോങ്ങേഷൻ ഓഫ് സർവൈവൽ ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ജീവൻ നീട്ടിക്കൊടുക്കാൻ സാധിക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അതായത് മെനി ഓഫ് ദി ക്യാൻസേഴ്സ് ഇപ്പോൾ നമ്മൾ പറയുന്നത് ക്രോണിക് എന്ന് പറയാം. പണ്ട് ക്രോണിക് ക്യാൻസേഴ്സ് എന്ന സാധനം ഇല്ല. നമ്മുടെ മെനി ഡിസീസസ് യു കോൾ ക്രോണിക് അല്ലേ. ക്രോണിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പല ഡിസീസ് ക്രോണിക് ഡിസീസാണ്. ഇപ്പോൾ ഡയബറ്റീസ് ക്രോണിക് ഡിസീസാണ്, ഹൈപ്പർ ടെൻഷൻ ക്രോണിക് ഡിസീസാണ്. ബിക്കോസ് യു നോ ദാറ്റ് യു ആർ ഏബിൾ ടു പുൾ ഓൺ വിത്ത് ദി ഡിസീസ്. അതേപോലെ തന്നെയാണ് ബ്രസ്റ്റ് ക്യാൻസർ, ഓവറി ക്യാൻസർ, ലങ് ക്യാൻസർ ഒക്കെ. ദേ ബിക്കം ക്രോണിക് ബിക്കോസ് യു ആർ നോട്ട് ക്യൂറിങ് ദം ബട്ട് യു ആർ പ്രൊലോങ്ങിങ് ദയർ ലൈഫ്, ഗിവിങ് ദം എ ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് 10 കൊല്ലം വന്നിട്ട് പറഞ്ഞു, സാറേ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞു, അങ്ങനെ എൻ്റെ 3 മക്കളാണ്, കൊച്ചുമക്കളാണ്, അവരൊക്കെ വലുതായി, അവർക്ക് ജോലിയായി, മാരേജ് കഴിഞ്ഞു, നൗ ഐ ആം റെഡി ടു ഡൈ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ദാറ്റ് മീൻസ് യു ആർ ഗിവൺ ദ 10 years, വെരി ഫ്രൂട്ട്ഫുൾ ലൈഫ് ഓഫ് 10 years. ഇന്ന് അത് സാധിക്കും നമുക്ക്. ബിക്കോസ് യു ഹാവ് ലോട്ട് ഓഫ് മെഡിക്കേഷൻസ് ഇൻ യുവർ ആരെ. ഒരെണ്ണം കഴിഞ്ഞാൽ മറ്റെങ്ങനെ നമുക്ക് പോയിക്കൊണ്ടിരിക്കാൻ പറ്റും. അത് ഇന്നത്തെ ചേഞ്ചാണ്. ഈക്വലി ഇമ്പോർട്ടൻ്റ് ഈസ് യുവർ ക്വാളിറ്റി ഓഫ് ലൈഫ്. പണ്ട് നമുക്ക് ആ സാധനമില്ല, പാലിയേറ്റീവ് കെയർ സാധനമില്ല. ഇന്നിപ്പോൾ നമുക്ക് വീൽ ഗീതം, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓഫർ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും എല്ലാ പേഷ്യൻറ്റിനും. ദാറ്റ്സ് പോസിബിൾ നൗ. അതാണ് നമുക്ക് വന്ന ചേഞ്ച് ഈ കഴിഞ്ഞ. അപ്പോൾ ആ ഒരു ചേഞ്ച് സംതിങ് വിച്ച് ഇസ് ഇൻ ഫ്രണ്ട് ഓഫ് യു നൗ വിത്ത് എ ലോട്ട് ഓഫ് തിങ്സ് ഇൻ യുവർ ഹാൻഡ്സ്. പക്ഷേ അതേ സമയത്ത് തന്നെ ദ കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഹസ് ഗോൺ അപ്പ്. നമ്മുടെ മറുവശം അതാണ്. ഈ പല ന്യൂയർ ഗാഡ്ജറ്റ്സും എക്സ്പെൻസീവ് ആയിരിക്കും. അതിന് പക്ഷെ നമുക്ക് വന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ, നമുക്ക് പല മരുന്നുകളും ഞാൻ നേരത്തെ തുടങ്ങിയപ്പോൾ പറഞ്ഞു നമ്മൾ ഇമ്പോർട്ട് ചെയ്ത മെഡിസിൻസ് മാത്രമേ ഉണ്ടായിരുന്നു. ഇന്നങ്ങനെയല്ല. ഇവിടെ ലോട്ട് ഓഫ് ഡ്രഗ്സ് ആർ അവൈലബിൾ ഇൻ ദി കൺട്രി നൗ. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ എപ്പോഴും പറയാൻ എന്താണെന്നറിയോ, നമുക്ക് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാകും, വോമിറ്റിംഗ് ആണ് ഒരു സൈഡ് എഫക്റ്റ് കീമോതെറാപ്പിയുടെ. ആ സൈഡ് എഫക്റ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ട് മരുന്നുണ്ട്, ഓർഡർ സെറ്ററാണെന്ന് പറഞ്ഞു. ഇപ്പോൾ എമിസെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വരുന്നത് ഓർഡർ സെറ്ററാണ്. ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത് എന്നെ പഠിപ്പിച്ച ഒരു മെഡിസിൻ പ്രൊഫസർക്ക് വേണ്ടിയിട്ടാണ്, കാഴ്ച സ്റ്റൊമക്കിന് വേണ്ടി. ഓരോ ഇഞ്ചെക്ഷൻ വാസ് കോസ്റ്റിംഗ് 1,500 rupees. 3 പ്രാവശ്യം എടുക്കണം ഒരു ദിവസം. ദാറ്റ് മീൻസ് 4,500. അപ്പോൾ സാറ് എൻ്റെ ഇത് പറഞ്ഞു, ഞാൻ ഛർദ്ദിച്ചോളാം, എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞു. അതേ മെഡിസിൻ ഇന്ന് നമുക്ക് 10 രൂപ 12 രൂപയ്ക്ക് അവൈലബിളാണ്. അതുപോലെ ക്രോണിക് മലർ ലുക്കീമിയ ഡിസീസിനുള്ള ഡ്രഗ് ഉണ്ട്. ആ ഡ്രഗ് ഇറ്റ് വാസ് കോസ്റ്റിംഗ് ഓൾമോസ്റ്റ് ലൈക്ക് 1 to 1.5 lakhs എ മന്ത് തുടങ്ങിയ സമയത്ത്. ഇന്ന് നമുക്ക് 3,000 രൂപയ്ക്ക് കിട്ടും. അത് നമ്മൾ അഡ്മയർ ചെയ്തേ പറ്റുള്ളൂ. സോ ദാറ്റ് രണ്ടും ഉണ്ട്. ഇപ്പോൾ സാധാരണ പോസിറ്റീവ്സും ഉണ്ട്, നമുക്ക് നെഗറ്റീവ്സും ഉണ്ട്. അപ്പോൾ മിക്കവാറും എല്ലാ ഡ്രഗും നമ്മൾ പുതിയ ഡ്രഗ് ഇറങ്ങി അതിൻ്റെ ഒരു ഇനിഷ്യൽ പീരീഡ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മൾ മാനുഫാക്ചറിങ് കംസ് ഡൗൺ ആൻഡ് വി ആർ ഏബിൾ ടു യൂസ് ഇറ്റ്. കേരളത്തിലെ ഒരു ട്രാൻസിഷൻ, ബിക്കോസ് യു ആർ ട്രാൻസിഷനിങ് ഫ്രം 35 years ബാക്ക്. അപ്പോൾ കേരളത്തിലെ ഒരു ഹെൽത്ത് ക്യാൻസർ പ്രൊഫൈൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വേർ ഡു വി സ്റ്റാൻഡ് നൗ? നമുക്ക് രണ്ട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, പല ക്യാൻസറുകളും നമ്മൾ പണ്ട് റെയർ ആയിരുന്നു എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ക്യാൻസേഴ്സ് ആർ ഇൻക്രീസിങ് നൗ. ഫോർ എക്സാമ്പിൾ, വൻകുടലിലെ ക്യാൻസറുകൾ, ലിവർ ക്യാൻസറുകൾ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇൻ മെയിൽസ്, തൈറോയ്ഡ് ക്യാൻസേഴ്സ്,
ലങ് ഓഫ് കോഴ്സ് ഈസ് ഗ്രാജുവലി ഇൻക്രീസിങ് എവരിവെയർ. ഈ 4 നമുക്ക് നമ്മൾ ഈ കോളൻ ക്യാൻസറൊക്കെ പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു പേഷ്യൻ്റ് വരികയാണെങ്കിൽ ഞങ്ങളൊക്കെ ഓടി ചെല്ലും. ബിക്കോസ് ആ നമ്മൾ കണ്ടു കാണില്ല, പ്രോസ്റ്റേറ്റ് നമ്മൾ കണ്ടു കാണില്ല. പക്ഷേ ഇന്നങ്ങനെയല്ല. ഇന്നിപ്പോൾ ഞാൻ ഒപ്പിലിരിക്കുകയാണെങ്കിൽ ഒരാഴ്ചയിൽ 2 കേസിനെങ്കിലും കോളൻ 2 കേസിന് പ്രോസ്റ്റേറ്റ് വരും. അതൊന്ന് ആ ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സിന് ചേഞ്ച് വരുന്നുണ്ട്. നമുക്ക് സർവൈക്കൽ ക്യാൻസർ ഈസ് ഗോയിങ് ഡൗൺ. Okay. Cervical cancer is going down because of our sentinel efforts. HPV vaccination ഒക്കെ ഉണ്ട്. ഹൈജീൻ ഒരു മേജർ പാർട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് ആ കാലത്ത് വൈ യു ഹാവ് പിന്നെ കേരളത്തിൽ സർവൈക്കൽ ക്യാൻസർ നമ്പർ ഈ സ്ത്രീകൾ തൊണ്ട് തല്ലുന്ന ആൾക്കാർ ദേ ഗോ ആൻഡ് സ്ക്വാറ്റ്. സോ ദർ ഇസ് എ ക്വസ്റ്റൻ ഓഫ് ഹൈജീൻ. ഹൈജീൻ ഉണ്ടായിരുന്നു. ഹൈജീൻ നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട്. സെക്ഷൽ ഹൈജീൻ എന്ന് പറയാം. ഇംപ്രൂവ്ഡ് എ ലോട്ട്. അപ്പോൾ അതും ഒരു പാർട്ടാണ് കമ്മിങ് ഡൗൺ. നമുക്ക് അതേ സമയത്ത് ഓവറി ക്യാൻസർ വാണ്ട് ഇൻക്രീസ് ആണ്. ദാറ്റ് ഈസ് ലൈഫ് സ്റ്റൈലുമായിട്ട് കണക്ട് ചെയ്ത മിക്കവാറും എല്ലാ ക്യാൻസേഴ്സും വാണ്ട് ഇൻക്രീസ് ആണ്. ദർ ഓൺ ദി ഇൻക്രീസ്. ഇഫ് യു ലിവ് ലോങ്കർ യു ആർ ഏബിൾ ടു ഈ ക്യാൻസർ കൂടുതലാണ് അൺലെസ് യു ചേഞ്ച് യുവർ ലൈഫ് സ്റ്റൈൽ. ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്താലും നമ്മളെ ക്യാൻസർ ഇസ് ഓൾവേസ് ടേക്കൺ ആസ് എ ഡിസീസ് ഓഫ് ദി എൽഡർലി എന്ന് പറയുന്നത് കുട്ടികൾ വലിയ എന്നുള്ളതല്ല. പക്ഷേ ആസ് ദി ഏജ് അഡ്വാൻസസ് ദി ചാൻസ് ഓഫ് ഡിസീസ് കമ്മിങ് ഈസ് ഹൈ. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ സപ്പോസ് യു ആർ ലിവിങ് മോർ, അതൊരു റീസൺ. കേരളത്തിലെ ഒരു റീസൺ അതാണ്. കേരളത്തിലെ 60+ ആയിരുന്നു, ഇപ്പോൾ 70+ കഴിഞ്ഞ് നിൽക്കുമ്പോഴേ 10 years യു ആർ ലിവിങ്. അങ്ങനെ ജീവിക്കുന്ന സമൂഹത്തിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള അസുഖമാണ് ക്യാൻസർ. അത് റീസണാണ്. കേരളത്തിൽ പറഞ്ഞ പോലെ കേരളത്തിൽ മാത്രം ഇങ്ങനെ നമുക്ക് ചിലക്കൊരു വിചാരമുണ്ട് കേരളമാണ് ഇങ്ങനെ, കേരള ഈസ് ഹബ് ഓഫ് ക്യാൻസർ, ഇവിടെ ഇങ്ങനെ കൂടി വരിക എന്ന് പറയില്ല. അതിൻ്റെ റീസൺസ് പലതും ഉണ്ട്. ഒന്നീ പറഞ്ഞ പോലെയാണ് സൊസൈറ്റിയാണ്. രണ്ടാമത്തത് വാട്ട് ആർ സെഡ് ആൻഡ് ഡൺ. നമ്മുടെ ഇപ്പോഴും പീപ്പിൾ ആർ മോർ കൺസേൺഡ് അബൌട്ട് ദെയർ ഹെൽത്ത് ബാക്കി സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. സോ പീപ്പിൾ ഗോ ഫോർ ഡയഗ്നോസ്റ്റിക് വർക്കപ്പ് ചെയ്യാൻ പോവും, കണ്ടുപിടിക്കും. അസുഖം തോന്നിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകും. മറ്റിടത്ത് അങ്ങനെയൊന്നുമില്ല, പുറത്തൊന്നുമില്ല, ഈ ഇൻക്ലൂഡിങ് അതർ സ്റ്റേറ്റ്സ്, മേജർ സ്റ്റേറ്റ്സ്. മൂന്നാമത്തേത് നമുക്ക് ബാക്കി ഇവിടെ ഇപ്പോൾ പണ്ട് നമുക്ക് പല മരണങ്ങളും എന്തുകൊണ്ടാണ് നമുക്ക് അറിയില്ലായിരുന്നു. ഇത് ഡയറ്റ്. ഇന്ന് നമുക്ക് മിക്കവാറും എല്ലാ ഡെത്തും ഡോക്യുമെൻറ്റഡ് ആയിരിക്കും. കോസ് ഓഫ് ഡെത്ത് അറിയാമായിരിക്കും. ഇതൊന്നും ബാക്കി പല സ്റ്റേറ്റിലും നടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ തന്നെ ദർ ഇസ് ആൻ ഇൻക്രീസ്. അപ്പോൾ എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും വി ഫീൽ ദാറ്റ് കേരള ഈസ് ദ ഓൺലി സ്റ്റേറ്റ് ഇൻ ദി ഹോൾ കൺട്രി ഓർ ഹോൾ വേൾഡ് വെർ ഇസ് ഇൻക്രീസിങ് തോന്നുന്നു. പക്ഷേ അങ്ങനെയല്ല. നമുക്ക് ഡോക്യുമെൻറ്റേഷൻ ബെറ്ററാണ്. അതുകൊണ്ട് തന്നെയാണ് വൺ ഓഫ് ദി റീസൺസ്. സർവേയിൽ നമ്മുടെ ബെറ്ററാണ്. നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി കൂടുതലാണ്. ദാറ്റ്സ് വൺ ഓഫ് ദി റീസൺ. മലയാളികൾ ഇനിയും മാറണം എന്ന് പറയാൻ കാരണം ടൊബാക്കോ, ആൽക്കഹോൾ, ലൈഫ് സ്റ്റൈലാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ഇതുപോലെ ലൈഫ് സ്റ്റൈൽ മാറ്റം വന്ന വേറെ സ്റ്റേറ്റ് ഉണ്ടാവില്ല. ആണോ? നമ്മൾ ഇപ്പോഴും നമ്മൾ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ, തമിഴ്നാട് ഈ സിറ്റീസ് വിട്ട് അകത്ത് കയറി കഴിഞ്ഞാൽ പഴയ അതേ രീതികളാണ്. നല്ല പച്ചക്കറിയും പഴങ്ങളും ഒക്കെ ആയിട്ട് ദേ ആർ ഗുഡ് ഫുഡ്. നമ്മളിപ്പോൾ എവിടെ നിന്ന് മറ്റേറ്റം വന്നാൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഹോട്ടലാണ്. എവറി അതർ ഷോപ്പ് ഈസ് എ ഹോട്ടൽ. ആൻഡ് ഇറ്റ്സ് മൈ ഹാബിറ്റ് ഓഫ് ഓൾ ഓഫ് us ഈറ്റ് ഔട്ട് സൈഡ്. കഴിയുന്നത് പുറത്ത് കഴിക്കേണ്ടതുള്ളതല്ല, പക്ഷെ കഴിക്കുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ ചേഞ്ച് വരിക. ഈ പ്രോസസ്ഡ് ഫുഡ്, നോൺ വെജിറ്റേറിയൻ കഴിച്ച ക്യാൻസർ വരുന്ന ഉദ്ദേശിക്കുക, അത് പറയരുത് കേട്ടോ, അതല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഗോയിങ് ഓൺ ടു ദോസ് തിങ്സ് അറ്റ് ദി സെയിം ടൈം നമ്മുടെ പ്രൊട്ടക്ഷൻ മുഴുവൻ പോവുക. നമ്മൾ വെജിറ്റബിൾസ് കഴിക്കുന്നില്ല. എന്താ പറയുക, നമുക്ക് നമ്മളെപ്പോഴും പറയാം, നമുക്ക് സായിപ്പ് ഇപ്പോൾ ഉടനെ ചോദ്യം പറയുന്നതല്ലേ, സായിപ്പ് നോൺ വെജിറ്റേറിയൻ അല്ലേ, സായിപ്പിന് എന്തുകൊണ്ട്, സായിപ്പ് എന്ത് നോൺ വെജിറ്റേറിയൻ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും സാലഡും ഫ്രൂട്ട്സും ഒക്കെ അവരുടെ പാർട്ട് ആൻഡ് പാഴ്സലാണ് ഇത് കഴിഞ്ഞത്. നമുക്ക് ഇതൊന്നും നമുക്കുണ്ടായ അവിയലും തോരനൊക്കെയാണ്, അതൊക്കെ നമ്മൾ ഇത് ദൂരെ കിടന്ന് നമ്മൾ വി സ്റ്റാർട്ടഡ് ഈറ്റിംഗ് ദിസ്. ദാറ്റ്സ് വെയർ വി ഹാവ് ഗോൺ ഫോർ എ ചേഞ്ച്. അത് നമുക്ക് ഏറ്റവും സങ്കടം എന്താ പറയുക, നമ്മൾ ഈ കോളൻ ക്യാൻസറിന് കൂടുന്നു പറയില്ലേ, കൊളറക്ടൽ ക്യാൻസർ ഓൺ ഇൻക്രീസ്. അത് എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ക്ലോസ് ടു 50% ആർ പ്രിവെൻറ്റബിൾ വിത്ത് യുവർ ഡയറ്റ്. നമുക്ക് നമ്മുടെ പണ്ടെങ്ങനെയാ അറിയാം, പണ്ട് നമുക്ക് നല്ല ഫൈബറുള്ള ഡയറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് റെഡ് മീറ്റ്സ് നമ്മൾ കഴിയുന്നില്ലായിരുന്നു. ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇന്നങ്ങനെ നമുക്ക് ഫൈബർ ഡയറ്റ് ഭയങ്കര കുറഞ്ഞാൽ വരുന്ന നമ്മുടെ ഐറ്റംസ് ഒക്കെ പോവല്ലേ. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ദാറ്റ് മീൻസ് യു ക്യാൻ ഗോ ഫോർ എ ചേഞ്ച്. മൂന്നാമത്തെ നോ എക്സസൈസ് ആണ്. പിള്ളേരിലെ ഒബിസിറ്റി ഈസ് നോട്ട് ദി ഇൻക്രീസ് നൗ. ഒബിസിറ്റി ഈസ് വൺ ഓഫ് ദി അഗെയിൻ ഹോൾ മാർക്കേഴ്സ്. റിസ്ക് ഫാക്ടറാണ്. നമ്മുടെ ഓൾ ഓവർ ഡെത്ത് എടുക്കുമ്പോൾ എങ്ങനെയാ അറിയോ, ഓൾ ഓവർ ഡെത്ത് എടുക്കുകയാണെങ്കിൽ ക്യാൻസർ റിലേറ്റഡ് ഡെത്ത്സിൽ ഓൾമോസ്റ്റ് 1/3 ഈസ് ടൊബാക്കോ റിലേറ്റഡ്. ഈവൻ നൗ. ബട്ട് ഡോക്ടർ, നമ്മുടെ നാട്ടിൽ ഒത്തിരി കുറഞ്ഞു വന്നിട്ടില്ലേ? നാട്ടിൽ കുറഞ്ഞു വന്നത് സ്മോക്കിംഗ് കുറഞ്ഞു ഇൻ മെയിൽസ്, ഇൻക്രീസ് ഓൺ ദി ഗേൾസ്. സ്മോക്ക്ലെസ് ടൊബാക്കോ ഈസ് ഓൺ ദി ഇൻക്രീസ്. ഓക്കെ, അവിടെ ചേഞ്ച് വന്നു. ആ ചേഞ്ച് അങ്ങ് ഇത് ഞാൻ ഓൾ ഓവർ ദി വേൾഡ് കണക്കാണ് പറഞ്ഞത്. 1/3 of the cancer deaths are related to tobacco. Either 14 to 20% are
ഡയറ്ററി ഹാബിറ്റ്സ് ആണ്, ഒബീസിറ്റിയാണ്. സോ ജസ്റ്റ് ഇമാജിൻ ഓൾമോസ്റ്റ് 50% രണ്ട് കാര്യമുള്ളൂ, ബാക്കി 50 അതർ കോസറ്റീവ് ഫാക്ടേഴ്സ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ അവിടെ ഒന്നും നമ്മുടെ കോൺസെൻട്രേഷൻ പോകുന്നില്ല. പക്ഷേ ഇത് കോൺസെൻട്രേഷൻ പോകാത്തതിന് കാര്യം ഞാൻ പലപ്പോഴും തമാശയ്ക്ക് പറയാറുണ്ട്, ഞാൻ പലപ്പോഴും ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്, ഇൻക്ലൂഡിങ് കോളേജസ്. അപ്പം ഞാൻ അവരോട് പറയും, ആരെങ്കിലും ഒരാൾ സ്റ്റേജിൽ വന്നിട്ട് ക്ലാസ് കഴിയുമ്പോൾ വന്ന് സ്റ്റേജിൽ വന്ന് പറയണം, ഇഫ് യു ആർ സ്മോക്കിംഗ്, ഞാൻ ഇന്ന് തൊട്ട് സ്മോക്കിംഗ് നിർത്താം. ഐ വിൽ ബി ഷോയിങ് ലോട്ട് ഓഫ് പിക്ചേഴ്സ്. ആ പിക്ചർ കണ്ട പിന്നെ വലിയ വലിക്കില്ല. മനസ്സിലായില്ലേ? ആരും പറയില്ല. പക്ഷേ അതിന് പലപ്പോൾ നമ്മൾ ഇറങ്ങി നടന്നു പോകുന്ന ചിലപ്പോൾ ഒരു പയ്യൻ പുറത്ത് വന്നിട്ട് സാറേ ഞാൻ നിർത്തിക്കൊള്ളാം കേട്ടെന്ന് പറഞ്ഞു കാഷ്വലി. അതായത് ട്രെയിനിൽ ട്രെയിനിലൊരിക്കൽ ഞാൻ യാത്ര വരുമ്പം യാത്രക്കാർ തിരിച്ച് ഞാൻ ഓടി സ്റ്റേഷനിൽ കഴിയുമ്പോൾ സാറിൻ്റെ ക്ലാസ് ഞാൻ കേട്ടു, ഐ സ്റ്റോപ്പ് സ്മോക്കിംഗ്. അപ്പോൾ അതിന് ഇമ്പാക്ട്, ആ ഇമ്പാക്ട് നമ്മൾ കൊണ്ടുവരുന്നത് സ്കൂൾസിലാണ്. ദാറ്റ്സ് വൈ സ്റ്റാർട്ടഡ് ടെല്ലിങ് ദാറ്റ് വി കം ടു ദി സ്കൂളിൽ ദേ ഷുഡ് നോ. അത് കാരറ്റിൻ സ്റ്റിക്ക് ഉണ്ട്, അവർ പഠിപ്പിക്കണം, അതുപോലെ പടങ്ങൾ കാണിക്കണം. അവർ പലപ്പോഴും ആ എൻഡ് പോയിന്റ് കാണുന്നില്ല. എൻഡ് പോയിന്റ് ഇപ്പോൾ ഒരു വാക്യത്ത് ക്യാൻസർ എന്ന ഒരാളുടെ എൻഡ് പോയിന്റ് കാണിച്ചാൽ അവൻ പിന്നെ ആയുഷ്കാലത്ത് ഉപയോഗിക്കില്ല, ടൊബാക്കോ യൂസ് ചെയ്യില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നിട്ട് പതുക്കെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊണ്ടുവന്നത് ഇതിൻ്റെ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദി പ്രോഗ്രാം ആയിരിക്കണം. My long association with you, first as a reporter, you were starting out as a professional oncologist. ഞാനത് ദൂരെ നിന്ന് നോക്കിയിരുന്നിട്ട് റിപ്പോർട്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും ആ കാലഘട്ടത്തെ പറ്റിയാണ് കൂടുതലും ഓർമ്മ വരുന്നത്. സ്റ്റാർട്ട് ആസ് എ യങ് പേഴ്സൺ, പിന്നെ ഓങ്കോളജിസ്റ്റ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ആ യാത്ര ബിറ്റ്വീൻ 89 and 2026, ആ യാത്രയിലെ മൈൽ സ്റ്റോൺസ് ഡോക്ടർ ഒന്ന് നമ്മുടെ വ്യൂവേഴ്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? 1986. പക്ഷേ അതിന് പറയുമ്പോൾ എനിക്ക് ഒരിക്കലും ഓങ്കോളജിയോട് ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. MBBS കഴിഞ്ഞപ്പം ബൈ ചാൻസ് റേഡിയേഷൻ ഓങ്കോളജി എടുക്കുന്നു. MBBS ഡോക്ടർ ബൈ ചാൻസ് ഞാൻ റേഡിയേഷൻ ഓങ്കോളജി MD എടുക്കുന്നു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ. പക്ഷെ അതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തോന്നി ഇറ്റ് ഈസ് നോട്ട് മൈ ഏരിയ എന്ന് തോന്നി. പക്ഷേ ഫൈനൽ ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഐ സ്റ്റാർട്ട് ഫീലിംഗ് ഗുഡ്. കാരണം നമുക്ക് ഓരോ പേഷ്യൻ്റ് നമ്മൾ കാണുന്ന പോലെ അല്ല, യു ക്യാൻ മേക്ക് ദം ഗുഡ്, യു ക്യാൻ മേക്ക് ദം എസ്കേപ്പ് എന്നുള്ള ഫീലിംഗ് കുറേശ്ശെ വന്നു തുടങ്ങി. അന്ന് തൊട്ട് ഓങ്കോളജി എന്നുള്ളത് എൻ്റെ മനസ്സിൽ കൺസെപ്റ്റ് വരും. അതിൽ തന്നെ മൈ ലൈക്കിംഗ് വാസ് മോർ ടുവേർഡ്സ് മെഡിസിൻസ്. അപ്പോൾ നമ്മുടെ മെഡിക്കൽ ഓങ്കോളജിയിലേക്ക് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആദ്യമൊരു ഇൻ്റർവ്യൂവിന് അഡയാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫസ്റ്റ് ബാച്ച് ഓഫ് മെഡിക്കൽ ഓങ്കോളജി ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞപ്പോൾ മാഡം പറഞ്ഞു, റേഡിയോതെറാപ്പിക്ക് ഞാൻ തരില്ല, യു ഹാവ് ടു ഹാവ് ബേസിക്കലി MD മെഡിസിൻ ഇൻ യുവർ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെയുള്ളവർക്ക് മാത്രമേ മെഡിക്കൽ ഓങ്കോളജി തരുള്ളൂ എന്ന് പറഞ്ഞു. ദെൻ ഐ ഹാവ് ടു കം ബാക്ക് ഡു മൈ MD മെഡിസിൻ ഇൻ കോട്ടയം. അന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് മണ്ടത്തര കാണിക്കുന്നത്, ബിക്കോസ് വൈ യു ഷുഡ് വാണ്ട് ടു ഗോ ഫോർ ഓങ്കോളജി ബിക്കോസ് ഇറ്റ്സ് എ വെരി ബാഡ് സ്പെഷ്യാലിറ്റി. കാരണം അന്ന് കാർഡിയോളജിയും ന്യൂറോളജിയൊക്കെ ഇങ്ങനെ ത്രൈവ് ചെയ്ത് വരുന്ന സമയം, നെഫ്രോളജി ത്രൈവ് ചെയ്ത് വരുന്ന സമയമാണ്. പക്ഷേ 1-2 പേര് പറഞ്ഞു അല്ല, യു ഹാവ് ടു ഗോ. അത് പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പാർക്കൽ സാറായിരുന്നു, മാത്യു പാർക്കൽ സാറായിരുന്നു. മാത്യു പാർക്കൽ എന്ന് പറഞ്ഞാൽ മെഡിസിൻ പ്രൊഫസർ, മാത്യു പാർക്കൽ, കോട്ടയം മെഡിക്കൽ കോളേജ്. യു ഹാഡ് യുവർ MD അവിടെ തന്നെയാണോ? MD മെഡിസിൻ അവിടെ തന്നെയാണ്, MBBS അവിടെ തന്നെ. ഇൻഫ്ലുവൻസ് ഈ കാര്യത്തിൽ ഈ ട്രാക്കിൽ പോകണമെന്ന് പറയുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെയല്ല, ഇഫ് യു ലൈക്ക് ഓങ്കോളജി ഗോ, വേറെ ഒന്നും ആലോചിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓങ്കോളജി കണ്ടിന്യൂ ചെയ്യാണ്. അല്ല, അന്ന് നമ്മളെ ഓങ്കോളജി നമ്മൾ ഈ പറഞ്ഞ വളരെ പ്രിമിറ്റീവ് സ്റ്റേജിൽ, അത് എനിക്ക് തോന്നുന്നത് ആ സ്റ്റാർട്ടിങ് കിൻഡിൽ ചെയ്യുന്നത് ഈസ് എ റേഡിയോതെറാപ്പി എക്സ്പോഷർ ഇൻ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ. അവിടെ അപ്പോഴും ചില ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ദേവർ ട്രൈങ് ടു ബ്രിങ് അപ്പ് അത് ഇൻഫ്ലുവൻസ് ചെയ്തു, നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇവിടെ അന്ന് ഉണ്ടായിരുന്ന കൺസെപ്റ്റേ അല്ല അന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിവിടെ വെച്ചാൽ നമ്മുടെ ലീവിങ് ടു ഡെത്ത് എന്നുള്ളായിരുന്നു, അവിടെ അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ ആ ഒരു ചേഞ്ച് വാസ് ദെയർ. എന്നാലും ഭയങ്കര അഡ്വാൻസ് ചെയ്യുന്നതല്ല പറയുന്നത്, പക്ഷേ അറ്റ്ലീസ്റ്റ് ആ ഒരു മെൻ്റൽ ഇവിടെ നമുക്കറിയാം, ഇവിടെ നമുക്ക് ഓങ്കോളജി പോസ്റ്റിങ്സ് എന്നുള്ള സാധനം ഇല്ലായിരുന്നു അന്ന്. MBBS ഉണ്ടെന്നില്ല, MD കാലത്തും ഉണ്ടായിരുന്നില്ല. MD കാലത്ത് നമുക്ക് ഓങ്കോളജി പോസ്റ്റിങ്സ് ഒന്നുമില്ല. പേഷ്യൻ വെച്ചാൽ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ശരിക്കും പറയുന്നത് ഉണ്ടായിരുന്നു പറയാന്നുള്ളതല്ല വേറെ ഒന്നും. അപ്പം നമുക്ക് സാധാരണ MBBS പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ MBBS കഴിഞ്ഞ് കാഷ്വാലിറ്റി ഡ്യൂട്ടി എടുക്കുമ്പോൾ നമുക്ക് കോള് വരും, അതായത് റേഡിയേഷൻ ഓങ്കോളജി വാർഡിൽ നിന്ന് കോള് വരും. ആ കോളിൻ്റെ വരുമ്പോൾ നമുക്കറിയാം ദാറ്റ് ഈസ് ടു സർട്ടിഫൈ എ ഡെത്ത്.
ഒരാൾ ഡെത്ത് സർട്ടിഫൈ ചെയ്യണം, ഡോക്ടർ എടുത്ത്. അപ്പോൾ അവർ ഡ്യൂട്ടി ഡോക്ടറാണ് സൈൻ ചെയ്യുന്നത്. നമുക്കറിയാം. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് സൈൻ ചെയ്യണം. സൈൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ പേഷ്യൻസ് ദേ ആർ ഓൾ ലൈയിങ് വെയിറ്റിംഗ് ഫോർ ഡെത്ത്. അത് ഞാൻ പറയുന്നത് ഈവൻ ലൈറ്റിംഗ് അവർ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്ന പോലെ, ബിക്കോസ് ഭയങ്കര ഡിം ലൈറ്റ്സ്, ഫ്ലിക്കറിങ് ലൈറ്റ് അടുത്തൊക്കെ അങ്ങനെയൊക്കെ പേഷ്യൻസ് ആർ ഓൾ ക്രൈയിങ്, സഫറിങ് ഒക്കെ അങ്ങനത്തെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ അതിൽ നിന്ന് മാറി അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും യു ആർ സീയിങ് എ ഡിഫറെൻറ്റ് വേൾഡ്. ഓൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതായത് നമുക്ക് നമ്മൾ രക്ഷപ്പെടുത്തിയ പേഷ്യൻസ് ഒക്കെ തിരിച്ചു വരുന്നത്, കുട്ടികൾ ദേ കമ്മിങ് ഔട്ട്, അതൊക്കെ നമുക്ക് ഒരു സീയിങ് ദാറ്റ് സംതിങ് ഈസ് പോസിബിൾ. നമ്മൾ കാണുന്ന സ്പെഷ്യാലിറ്റി എല്ലാം എന്നുള്ളത് മനസ്സിലാക്കി തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അത് തിരിച്ച് MD മെഡിസിന് വരുമ്പം ഞാൻ വരുന്നത് സെയിം സ്ഥലത്താണ്. അപ്പോൾ അത് കണ്ടുപിടിച്ച ആൾക്കാർ മാത്രമേ അന്ന് അവിടെ ഉള്ളൂ. അപ്പോൾ അവർക്ക് സ്റ്റിൽ ദേ ആർ നർച്ചറിങ് ദ സെയിം തിങ്. ഇതിന് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. അതും അന്ന് MD മെഡിസിൻ കഴിഞ്ഞ് ആരും ഇനി പോകാറില്ല. DM ഓങ്കോളജി ഇല്ല അന്ന്. MD റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി കഴിഞ്ഞു. പിന്നെ MD മെഡിസിൻ കഴിഞ്ഞിട്ട് ആരെയും ചിന്തിക്കാറേ ഇല്ല ഓങ്കോളജിയെക്കുറിച്ച്. ബിക്കോസ് എല്ലാവർക്കും ആവശ്യം ഈ പറഞ്ഞ പോലെ. അപ്പോൾ MD മെഡിസിൻ എടുത്തിട്ട് അതിൻ്റെ ഉദ്ദേശം കാർഡിയോളജിസ്റ്റ് ആവണം, നെഫ്രോളജിസ്റ്റ് ആണ്. അതിനിടയ്ക്ക് ഒരാൾ ഓങ്കോളജിസ്റ്റ് പറഞ്ഞാൽ മണ്ടനെന്നേ പറയുള്ളൂ. ആ സെയിം വിശേഷം എനിക്ക് കിട്ടിയതുമാണ്. മനസ്സിലായില്ലേ? സാറ് മാത്രം പറഞ്ഞു അതല്ല, യു ഗോ, ബിക്കോസ് സിൻസ് യു ഓൾറെഡി ഡൺ ദിസ്, യു ആർ ഓൺ ദി വേ, ഗോ. അത് കഴിഞ്ഞ് ഞാൻ DM മെഡിക്കൽ ഓങ്കോളജി പോയി ജോയിൻ ചെയ്തു, അടയാർ. അത് അടയാർ അടയാർ മാത്രമേ ഉള്ളൂ. അല്ല, അത് MD മെഡിസിൻ കഴിഞ്ഞിട്ട് ഡോക്ടർ റേഡിയോതെറാപ്പിയിലോട്ട് പോയിട്ടില്ലേ? ഇല്ല. MD റേഡിയോതെറാപ്പി, MD മെഡിസിൻ, ദെൻ സ്ട്രൈറ്റ് അവേ മെഡിക്കൽ ഓങ്കോളജിയിലേക്കാണ്. ഓക്കെ. മെഡിക്കൽ ഓങ്കോളജി DMന് പോയി കഴിഞ്ഞപ്പോഴാണ് അതിനേക്കാളും ഒരു സ്റ്റെപ്പും കൂടെ ഉള്ളത്. ബിക്കോസ് വി ന്യൂ ദാറ്റ് ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെൻറ്റ് വേൾഡ്. അത് ശാന്ത കൃഷ്ണമൂർത്തിയും ഡോക്ടർ കൃഷ്ണമൂർത്തിയും അവർ രണ്ടുപേരും ദേ വെർ ഇൻഫാക്ട് ദേ ബിൽറ്റ് അപ്പ് എ റിയലി ഗുഡ് സ്ട്രക്ചർ, ഗുഡ് ടീം. അപ്പോൾ നമുക്ക് അവിടെ പോകുമ്പോഴാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് ഓങ്കോളജി ഇസ് എ വെരി ഗുഡ് സ്പെഷ്യാലിറ്റി വെയർ ലോട്ട് ഓഫ് തിങ്സ് യു ക്യാൻ ഡു. പീഡിയാട്രിക് വാർഡ് ബാക്കി. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അത്. അപ്പോൾ പിന്നെ എനിക്ക് തിരിഞ്ഞോട്ടം ഉണ്ടായിട്ടില്ല. ഐ നെവർ ഹാഡ് ഇതിലൊന്നും. പക്ഷേ അവിടെ നിന്ന് നമ്മുടെ അതാണ് ഒരു മേജർ സ്റ്റെപ്പ് അവിടെ നിന്നാണ്. അതായത് മെഡിക്കൽ ഓങ്കോളജി DM ഫ്രം ക്യാൻസർ അടയാറാണ്. അടയാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നത്തെ ഒരു സ്റ്റെപ്പ് തീർച്ചയായിട്ടും RCC തന്നെയാണ്. ട്രിവാൻഡ്രം തൃശ്ശൂർ ക്യാൻസർ സെന്ററിൽ 89 ആൻഡ് സ്റ്റാർട്ടിംഗ് ദി ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ ഓങ്കോളജി ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ദി ഡിപ്പാർട്ട്മെന്റ് പ്ലസ് എ വാർഡ്. വാർഡ് ഈസ് ആസ് ഇഫ് ഇറ്റ്സ് മൈ ഹോം. 12 ബെഡുള്ളൊരു വാർഡായിരുന്നു. വിത്ത് ഓൾ, ബിക്കോസ് വാട്ട് എവർ ഈസ് ഐ സീൻ ഇൻ Adyar, I want to bring it here. Like, it should not be felt like a ward. നമ്മുടെ മ്യൂസിക് ഉണ്ട്, നമ്മൾ പോയി ക്യാരം ബോർഡ് കളിക്കും, ചെസ് കളിക്കാം, എവറിത്തിങ് വി ഹാഡ് ഇൻ ദാറ്റ് വാർഡ്. മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യം തുടങ്ങിയത് നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമാണ്. ഈ RCCയിൽ ഇപ്പോൾ കാണുന്ന ബിൽഡിങ്ങിലെ ഫസ്റ്റ് വാർഡ് എന്ന് പറയുന്നത് മെഡിക്കൽ ഓങ്കോളജി വാർഡാണ്, ഞങ്ങളുടെ വാർഡാണ്. ഇൻഫാക്ട് ദി കൺസ്ട്രക്ഷൻ വാസ് നോട്ട് ഈവൻ കംപ്ലീറ്റ്. വി മൂവ്ഡ് അവർ ടു ദി ഞങ്ങളെല്ലാം ഓൾ സെറ്റപ്പ്. മാത്രമല്ല നമ്മളെ വിഷു ആഘോഷിക്കും, ഓണം ആഘോഷിക്കും, ക്രിസ്മസ് ആഘോഷിക്കും, ഈദ് ആഘോഷിക്കും, എല്ലാം നമ്മൾ വി യൂസ് ടു കീപ്പ് ഇറ്റ് ഇൻ ദി വാർഡ്. എല്ലാം നമ്മളെല്ലാവരും കൂടെ ചേർന്ന് രാത്രി ഞങ്ങൾ പോയി, ഞാൻ പോയിരുന്ന ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കും പിള്ളേരായിട്ട്, അടുത്ത പിള്ളേരെ കളി. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ലൈക്ക് എ യുവർ ഓൺ ഹോം. അതുപോലെ നമ്മൾ ഫുഡ്, ഞാനിപ്പോഴും കണ്ട പാലാട്ട അച്ചാറായിരുന്നു, ഒരു അച്ചാറുണ്ട്. അവർ പറഞ്ഞു ദേ സെഡ് വിൽ ഗീവ് പ്രൊവൈഡ് യു വിത്ത് ദി പിക്കിൾ ഫോർ. അപ്പോൾ ഒരു വലിയൊരു കൊണ്ട് ജാറ് കൊണ്ടുവച്ചിട്ട് അത് ഫില്ല് ചെയ്ത് തരും കഴിഞ്ഞ. അപ്പോൾ ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് വി കുഡ് ഗോ. അങ്ങനെയാണ് അതൊരു ഒരു ലേണിംഗ് പ്രോസസ് ആയിരുന്നു, ഹൗ ടു ഗോ എന്നുള്ളത്. പിന്നെ അതൊരു ആൻഡ് കമ്മിങ് അപ്പ് വിത്ത് RCC മെഡിക്കൽ ഓങ്കോളജിയാണ്. പിന്നത്തെ അവിടുത്തെ ഇഷ്യൂസാണ് വളരെ പ്രോബ്ലമാറ്റിക് ഇഷ്യൂസാണ്. അത് തിരിഞ്ഞാലോചിച്ച് കഴിഞ്ഞാൽ പ്രോബ്ലി മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം. അത് മാത്രമല്ല പ്രോബ്ലി ഈഗോ ക്ലാഷസ് ആയിരിക്കാം, എല്ലാം ഉണ്ടാവും അതിൻ്റെ അകത്ത്. എവറിത്തിങ് ഇസ് പോസിബിൾ. അത് കഴിഞ്ഞ് എടുത്തൊരു നല്ലൊരു ഡിസിഷൻ ഞാൻ എപ്പോഴും തിരിഞ്ഞാലോചിക്കുന്നത് ഈസ് ലീവിങ് RCC ആണ്. ഞാൻ അന്ന് ജോയിനിങ് RCC നല്ലൊരു ഡിസിഷനാണെന്ന് പറഞ്ഞെങ്കിൽ then I felt that the next best decision I took was to leave RCC. എന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഐ ബിക്കേം എ ഫ്രീ ബേർഡ്. മറ്റേത് അവിടുന്ന് ഞാനൊരു ക്ലാസ് എടുക്കാൻ പോകണമെങ്കിൽ പോലും എനിക്ക് ഐ ഗെറ്റ് പെർമിഷൻ വിച്ച് ഐ മേ ഓർ മേ നോട്ട്. ക്ലാസ് എടുക്കുന്ന നമ്മൾ ഈ എഡ്യൂക്കേഷൻ ക്ലാസ്സിന് പോകുന്ന പ്ലസ് ഓർ മൈനസ് ആണ്. ചിലപ്പോൾ പോകാൻ സമയം, ചിലപ്പോൾ പോകാൻ സമയമില്ല. വിൽ നോട്ട് ബി അലൗഡ് ടു ഗോ. പിന്നെ എല്ലാത്തിലും നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പറയില്ലേ ചുവപ്പ് നാടാന്ന് പറയുന്ന പോലത്തെ സാധനങ്ങളാണ്. ഇറ്റ് ക്യാൻ ബി ഈസിലി ഇംപ്ലോയ്ഡ് ഓൺ യു ജസ്റ്റ് ലൈക്ക് എനി അതർ മെഡിക്കൽ കോളേജ്. അതുപോലെ നമ്മൾ ജസ്റ്റ് ലൈക്ക് ഗവൺമെൻറ് സെറ്റപ്പ്.
അതുപോലെ നമുക്ക് വർക്കിംഗ് അവേഴ്സ് ഞാൻ പറയാം ഡോക്ടർക്ക് വർക്കിംഗ് അവേഴ്സിൻ്റെ ആവശ്യമില്ല. They should be available. നമ്മൾ ഈ പ്രൊഫഷൻ എടുക്കുമ്പോൾ തന്നെ എടുക്കുന്ന ഡിസിഷനാണ് യു ആർ അവൈലബിൾ 24 hours. നമ്മുടെ ലൈഫൊക്കെ ഉണ്ടില്ലെന്ന് പറയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ രാത്രി ഞായറിന് കളി കണ്ടു. രാത്രി 12 തൊട്ട് രണ്ട് സെമി ഫൈനലും കണ്ടു. ഇറ്റ്സ് പോസിബിൾ ഫോർ യു. പോസിബിൾ ഫോർ യു. സിനിമകൾ ഞാൻ കണ്ടു. ലേറ്റസ്റ്റ് സിനിമ യു ആസ്ക് മീ ഐ വുഡ് സീൻ. അപ്പോൾ നമുക്ക് പോസിബിൾ. അത് നമുക്കൊരു എക്സ്ക്യൂസ് അല്ലേ, എനിക്ക് സമയമില്ല ഒരു സമയമില്ല. അത് നോട്ട് എക്സ്ക്യൂസ് ഫോർ യു. പക്ഷെ അറ്റ് ദി സെയിം ടൈം that shows the mantra of your success, time management. പക്ഷേ എല്ലാം സാധിക്കും. എല്ലാം നമുക്ക് സാധിക്കും. ബ്ലാസ്റ്റ് ഫിലിം ഇറങ്ങില്ല. ഈവൻ എനിക്ക് ഒന്ന് ജോൺമരി പോലും കേട്ട് കാണില്ല. ബ്ലാസ്റ്റ് സിനിമ നല്ല ഗുഡ് ഫിലിം. തമിഴ് മൂവിയാണ്. അർജുൻ്റെ തമിഴ് മൂവിയാണ്. പക്ഷെ അല്ലേ അതിനൊക്കെ നമുക്ക് സമയമുണ്ട്. ഫിലിം കാണാറുണ്ട്. ഇവൻ നോ തിയേറ്ററിൽ പോയി കാണും. നോട്ട് അറ്റ് ഹോം തിയേറ്ററിൽ പോയി എറണാകുളത്ത് ഭയങ്കര സൗകര്യമില്ല. രാത്രി 12:30 1 മണിക്കൊക്കെ ഇഷ്ടപ്പെടുന്നു. പക്ഷേ വൺസ് ഐ ലെഫ്റ്റ് RCC I became totally free. But then ഞങ്ങളെയൊക്കെ സംബന്ധിച്ചോളം that you're leaving the RCC, it transmitted a lot of pain. Maybe. ഞങ്ങൾ വേറെ ഫ്രെയിം ഓഫ് മൈൻഡിലായിരിക്കും. Such a good oncologist is leaving a government institution. ഹാർട്ട് ഓഫ് ആർട്സിൽ എനിക്കും പെയിൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഐ തിങ്ക് ദാറ്റ് ഡിസിഷൻ വാസ് ഗുഡ്. അത് നോട്ട് ഇൻ ടേംസ് ഓഫ് ദി ഫൈനാൻഷ്യൽ ഗെയിൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇൻ ടേംസ് ഓഫ് ദി ഫാക്ട് ദാറ്റ് ഐ ബിക്കം എ ഫ്രീ ബേർഡ്. ആ ഫ്രീ ബേർഡിൻ്റെ എക്സ്റ്റൻഷൻ കഴിയുമ്പോൾ എക്സ്റ്റെൻഡ് ദാറ്റ് ഐ കുഡ് ക്രിയേറ്റ് എൻ NGO ഹിയർ. നമുക്കിവിടെ NGO ഉണ്ടെന്ന് കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റി, വിച്ച് ഐ കുഡ് ഹാവ് നെവർ ഡൺ ഇഫ് ഐ വാസ് ഇൻ കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റി, വിച്ച് ഐ കുഡ് ഹാവ് നെവർ ഡൺ ഇഫ് ഐ വാസ് ഇൻ RCC. അതിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഒരു ലാസ്റ്റ് 15-16 ഇയേഴ്സ് നമ്മൾ ഒരു 50-60 പേർക്കുള്ള ഉച്ചക്കലത്തെ ലഞ്ച് ഈസ് കുക്ക്ഡ് ആൻഡ് സർവ്ഡ് ഇൻ ദി ഹോസ്പിറ്റൽ ഫ്രീ ഓഫ് കോസ്റ്റ്. There's a place where we have built up a place where some 18 people can stay free of cost, free of food, and they are taken to hospital for treatment, brought back. And we have got definite different programs like where get together ഉണ്ട്, കമ്മ്യൂണിയൻ കളിക്കൂട്ടം, ലിംഫോമ ഡേ പ്ലസ്. ഇതൊന്നും എനിക്ക് സാധിക്കില്ലായിരുന്നു. നെവർ ഈവൻ ഡ്രീം ഓഫ്. ഞാനൊരു പൈസ മുടക്കി ഇങ്ങനെ സാധനം തുടങ്ങാൻ തുടങ്ങി അപ്പം തന്നെ ബ്ലോക്ക് വരുമായിരുന്നു. ഇതൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. വിജയക്കൂടെ അതിന് കാരണം വെച്ചാൽ ഇവിടെ ഞാൻ ബേസിക്കലി പഠിച്ചൊരു കോളേജ് മഹാരാജ് കോളേജാണ്. ഇവിടെ നമുക്ക് ആ പഴയ അന്നത്തെ നമുക്ക് പ്രശ്നങ്ങളില്ലാത്ത ഫ്രണ്ട്സ് നമ്മുടെ മുമ്പിലുണ്ട്. പ്ലസ് ലോട്ട് ഓഫ് അതർ പീപ്പിൾ ഹു ജോയിൻ മീ ഇൻ ദി വെഞ്ചർ. ഇന്ന് രാവിലെ കൂടെ ഒരു പേഷ്യൻ്റ് വന്ന് പറഞ്ഞിട്ട് പോയി. ഹി വെൻറ്റ് ആൻഡ് സ്റ്റേഡ് ദെയർ. ഒരു ഹൈദരാബാദുകാരനാണ്. ഹൈദരാബാദിൽ ഹി വെൻറ്റ് ആൻഡ് സ്റ്റേഡ് ദെയർ ഇൻ ദാറ്റ് പ്ലേസ്. സ്നേഹഗംഗ എന്നാണ് എൻ്റെ പേര്. ആൻഡ് ഹി സെഡ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. He said so much of mental solace, മനുഷ്യ വളർത്ത. ആൻഡ് അങ്ങനെ നമുക്ക് ഒരു സാധനം സാധിച്ചു. വിച്ച് അവിടെ നെവർ. ഞാൻ അന്ന് കൂടി വന്ന ഞാനിന്നൊരു പ്രൊഫസറായിരുന്നല്ലോ. അന്ന് കൂടി വന്ന കുറച്ചും കൂടെ ഞാൻ പൊളിറ്റിക്കലി പോയി ചിലപ്പോൾ ഒരു ഡയറക്ടറായിരുന്നത്. എൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നുമില്ല, അവിടെ ഗെയിൻ ചെയ്യാനുള്ള ഒന്നുമില്ല. പക്ഷേ എനിക്ക് ചോദിക്കുന്നത്, ഈ ഗവൺമെൻറ് സെക്ടറിലായിരുന്ന ഈ കുറച്ചുകൂടെ ഒരു വാസ്റ്റ് ആർമി ഓഫ് യങ് ഓങ്കോളജിസ്റ്റിനെ ഡോക്ടറിനെ മെൻറ്റോർ ചെയ്യാൻ പറ്റും. നമുക്കതിവിടെ പറ്റുന്നുണ്ട്. വി ഹാവ് ഗോട്ട് DNB പ്രോഗ്രാം. നമുക്ക് DM മെഡിക്കൽ ഓങ്കോളജി പോലെ തന്നെ നമുക്ക് ഇപ്പോൾ പ്രോഗ്രാംസ് ഇവിടെ ഉണ്ട്. DNB പ്രോഗ്രാംസ് ഉണ്ട്. കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടെ ഉണ്ട്. നമുക്ക് ആകെ നഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമുക്ക് വളരെ പുവർ പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈവൻ ഗവൺമെൻറ് സെറ്റപ്പിൽ റിജക്ട് ചെയ്ത പേഷ്യനെ പോലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും with the help of our society. അത് ഭയങ്കര. അപ്പോൾ നമുക്ക് എല്ലാ ഇപ്പം ഞാൻ ലേക്ഷറി വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലാണ് നമ്മൾ ഉച്ചക്കലത്തെ ഫുഡ് കൊടുക്കുന്നത്. അതിൻ്റെ എല്ലായിടത്തും നമുക്ക് ഇതുപോലെ ഡ്രഗ്സ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും നമുക്ക് പാർട്ട് ഓഫ് ദി ട്രീറ്റ്മെൻറ്റ് സ്പോൺസർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാറ്റ്സ് ഇനഫ്. അപ്പോൾ ഈ തിരിച്ച് പ്രൈവറ്റ് സെക്ടറിൽ വന്നത് വാസ് അഗെയിൻ എ മൈൽ സ്റ്റോൺ. ബിക്കോസ് ദാറ്റ് റിയലി ഹെൽപ്പ് മീ എ ലോട്ട് ടു കോപ്പ്. ഈ മൈൽ സ്റ്റോണിൻ്റെ ഒക്കെ പുറകിൽ വേറെ മൈൽ സ്റ്റോൺ ഞാൻ ഇതിനൊക്കെ മുമ്പ് പറയേണ്ടി വരും. ദാറ്റ് വാസ് മൈ മാരേജ് ആൻഡ് അസോസിയേഷൻ ഓഫ് ചിത്ര. അത് നമുക്ക് 89 അല്ല, അതിന് മുമ്പ് തൊട്ടുണ്ട് അല്ലേ. ദാറ്റ് ഇസ് പോയിന്റ് അഗൈൻ വിച്ച് ഐ ബട്ട് ഫോർ ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് എനിക്ക് ഓങ്കോളജി ചെയ്യാൻ പറ്റുന്നത്. കാരണം ഞാൻ
ഇപ്പോൾ ഈ പറഞ്ഞ് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ 79 MBBS കഴിയുന്നു. ഈ DM മെഡിക്കൽ ഓങ്കോളജി ചെയ്യുമ്പോൾ ഒരു 9 പൈസ നമുക്ക് സ്റ്റൈപ്പൻഡ് ഇല്ല. മറ്റിടത്തൊക്കെ കുറേശ്ശെ ഉണ്ട്. എന്നാലും ദർസ് എ സപ്പോർട്ട് ജാസ്റ്റ് ബി ദയർ ഫോർ യു ടു ഗോ, യു ഹാവ് ടു ദാറ്റ് ഷി ഹാസ് പ്രൊവൈഡഡ്. സംശയമൊന്നുമില്ല, ഷി ഹാസ് പ്രൊവൈഡഡ്. അലോങ് വിത്ത് ദാറ്റ് അവർ ഫാമിലി ഓൾസോ ഗ്രൂ. 2 കുട്ടികളായി. അതെല്ലാം എവറിത്തിങ് ഈസ് ഐ മീൻ ഇതിനോട് തന്നെ മെർജ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. So time management, academic management, money management. Everything is there. Within the means you were able to... Family. Everything is going on. ഇപ്പോൾ 2 കുട്ടികളുണ്ട്. Chitra is a surgeon, no? സർജിക്കൽ ഓങ്കോളജിസ്റ്റ്. മാഡം അത് കഴിഞ്ഞിട്ടാണോ അതോ? മാഡം ഡിഡ് ഹർ MD ഗൈനക് ഫസ്റ്റ്. അത് ഡൽഹിയിലായിരുന്നു. ഞാൻ റേഡിയോതെറാപ്പി ജോയിൻ ചെയ്ത മാഡം അവിടെ ഗൈനക് ചെയ്തുകൊണ്ടാണ് ജോയിൻ ചെയ്തത്. സത്യം പറഞ്ഞാൽ അതേ പറഞ്ഞത് ജസ്റ്റ് ഹാപ്പൻ എന്ന് പറയുന്ന കാര്യം. തിരിച്ച് വന്നിട്ട് ഞാൻ എൻ്റെ സ്റ്റഡീസ് ഫിനിഷ് ചെയ്തിട്ട് ദെൻ ഷീ വെന്റ് ആൻഡ് ഡിഡ് ഹർ MCH ഇൻ യൂറോളജി. MCH urology. And probably first female urologist in Kerala. Okay. Because that was the time when she was working in RCC working as a surgical oncologist. And now she is the one who has established the gynec oncology department. Gynec oncology department all over India established. She is one of the pioneer persons. Like specialty gynec oncology dealing with the gynecology. You feel sorry is that she's not in the limelight as you are. She is much more in the limelight than she is much more in the limelight than me. Okay. The support that you got from her. പിള്ളേരും I think the whole family counts. ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ മക്കളും നമ്മുടെ ഞാൻ 2 ആൺകുട്ടികളാണ്. 2 ആൺകുട്ടികളുടെ വൈഫ് മൂത്തയാളുടെ പേരെന്താ? ഗോകുൽ ആണോ? ഇപ്പം നോൺ മെഡിക്കൽ ആണ്. ഓൺലി നോൺ മെഡിക്കൽ. അദ്ദേഹത്തിന്റെ പിന്നെ അവന് എഞ്ചിനീയറിംഗ്, then MBA, then CFA. Chartered Financial Analyst. And what is he planning to do now? He has got his own plans of establishing something in Kerala. Startup. I think this is the right time for startup. Joining a venture along with a few of his friends. Then അടുത്ത ആളാണ് ഈസ് അഗൈൻ മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്. അവന് DM കഴിഞ്ഞു. ഈസ് വർക്കിംഗ് വിത്ത് മീ. ഇവർ 2 പേരും മാരേജ് കഴിഞ്ഞു. ആ 2 പേരും I don't call them as daughter-in-law. They are my own daughters. Clearly my own daughters. അപ്പോൾ പലപ്പോഴും അവർ പറയുന്നത് വെച്ചാൽ they are my daughters and these 2 are your son-in-laws. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പല വീടുകളിലും ഈ ഫാദർ-ഇൻ-ലോ ഈസ് ഓക്കെ, ഫാദർ-ഇൻ-ലോ വിൽ അഡോപ്റ്റ് അവരെ. വാട്ട് അബൌട്ട് ഡോക്ടർ ചിത്ര? ഹൗ ഡസ് ഇവർ പറയുന്നത് ദ ബെസ്റ്റ് മദർ-ഇൻ-ലോ വി ഹാവ് ഗോട്ട് എന്ന് പറയുന്നത്. ഓ ഗ്രേറ്റ്, വാട്ട് എൽസ് യു നീഡ്? And that certificate comes from the people who are the direct beneficiaries of that love and affection, അല്ലേ? രണ്ടുപേരും പറയും. പിന്നെ ഓരോരുത്തർക്കും ഓരോ കുട്ടികളായി. മൂത്ത ആൾക്ക് ഒരു മോളായി, രണ്ടാമത്തെ ആൾക്ക് ഒരു 3 months 4 months old ആയിട്ടുള്ളൊരു ബോയായി. ദാറ്റ്സ് അഗൈൻ യുവർ മൈൽസ്റ്റോൺ ഇൻ യുവർ ലൈഫ്. ഓക്കെ, ഇവരെല്ലാവരും ഉണ്ട്. ദേ ആർ ഓൾ ഹിയർ. ഇവരൊക്കെ സപ്പോർട്ട് ഇമ്പോർട്ടൻ്റാണ്. ഇതിൽ ഒരാൾ നമുക്ക് തലതിരിഞ്ഞ് പോകുന്ന ഒരാൾ നമുക്ക് എതിരായിട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ യു വിൽ നോട്ട് ബി ഏബിൾ ടു ഡു എനി ഓഫ് ദീസ് തിങ്സ്. They all support me. Much more interesting. ഇപ്പം മൂത്തമ്മൻ്റെ വൈഫ്, ഗോകുലിൻ്റെ വൈഫ്, ഷീ ഈസ് നോട്ട് എ മെഡിക്കൽ ഡോക്ടർ ബട്ട് ഷീ ഈസ് എ PhD ഹോൾഡർ. ഹിസ്റ്ററിയാണ് അവൾ. ഓക്കെ. അവള് ഷീ ഈസ് ഗോയിങ് ആൻഡ് ടീച്ചിങ് ഇൻ എ സ്കൂൾ ഹിയർ. അടുത്തൊരു സ്കൂളിൽ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അത് പഠിപ്പിക്കുന്നത് ഷീ ഈസ് എ PhD ഇൻ ഹിസ്റ്ററി. വരെ പഠിപ്പിക്കുന്നത് 1 തൊട്ട് 4 വരെ പിള്ളേരെയാണ്. അത് എളുപ്പം പറ്റുന്നുണ്ട്. ഈ PhD എല്ലാം ഭയങ്കര സീനിയർ. ബട്ട് ഷീ എൻജോയ്സ്. ആഴ്ച 2 ദിവസം അവിടെ പോയി പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ മോൻ്റെ വൈഫ്, ഷീ ഈസ് ബേസിക്കലി കാർഡിയാക് അനസ്തെറ്റിസ്റ്റ് ആണ്. നമ്മുടെ കാർഡിയാക് അനസ്തെറ്റിസ്റ്റ് ആണ്. DM ഇൻ കാർഡിയാക് അനസ്തെറ്റിസ്റ്റ് ആണ്. അത് ഷീ ഈസ് വർക്കിംഗ് ഇൻ അമൃത ബട്ട് ഓൺ ലീവ് നോ. ബിക്കോസ് ഈ ഡെലിവറി കഴിഞ്ഞ് ലീവില്ല. ദേ ഓൾ സപ്പോർട്ട് മീ ഇൻ ദി സെൻസ്. എൻ്റെ പല പേഷ്യൻസും ദേ നോ. They contact
ഇപ്പം ഞാൻ വാട്സാപ്പ് ഉപയോഗിക്കാറില്ല. അത് തലവേദനയില്ലാതെ ജീവിക്കുന്നത് ഒരു കാര്യം വാട്സാപ്പ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും പ്രോബ്ലം തോന്നുന്നത്. പക്ഷേ കോള് എന്തെങ്കിലും കണ്ടെങ്കിൽ ദേ അഡ്രസ് ഇവരെ അഡ്രസ്സ് ചെയ്യും. ദേ ഈവൻ ഇൻഫോം പലരും ദേ നോ ഈച്ച് അതർ. പേഷ്യൻറ്റിനെ അറിയാം, പിള്ളേരൊക്കെ അറിയാം. അപ്പോൾ ദാറ്റ് മീൻസ് ദേ ആർ ഓൾ മൂവിങ് വിത്ത് മീ, ഫുള്ളി സപ്പോർട്ടിങ് മീ. അതൊന്നും നടക്കില്ല. പിന്നെ ഹോസ്പിറ്റലിൽ നമ്മുടെ ഫുൾ ടീം. ഇപ്പം ഞാൻ പറയാം, ഞാനിപ്പോൾ രാത്രി 8-9 മണി വരെ ഞാൻ ഒ പി തീരുകയാണെങ്കിൽ 7 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ സിസ്റ്റർ അവിടെ ഉണ്ടാവും. ടിൽ ഐ ഫിനിഷ് മൈ ലാസ്റ്റ് പേഷ്യൻ. ഷീ സ്റ്റാൻഡ്സ്, ഷീ സെഡ് ഐ വിൽ ഗോ ആഫ്റ്റർ ഫിനിഷിംഗ് ദി ഒ പി. ആ ഒരു അറ്റാച്ച്മെൻറ്റ് വരുമ്പോഴത്തേക്കാണ് ദ ഡിപ്പാർട്ട്മെൻറ്റ് റൺസ് വെൽ, വാർഡ് കവറേജ് ഗോസ് വെൽ, ആൻഡ് യു ഫീൽ ദാറ്റ് നമുക്ക് ടെൻഷനില്ല. ബിക്കോസ് ഇവരൊക്കെ നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാണ്. ഉച്ചയ്ക്ക് നമ്മൾ കാപ്പി ഉണ്ടാക്കി തന്നെ നമ്മൾ കാപ്പി പിടിക്കും, ചോറുണ്ണുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചോറുണ്ണും, ഇൻക്ലൂഡിങ് സ്റ്റാഫ്. അപ്പോൾ നമുക്ക് 2 കറി നമുക്കുള്ളെങ്കിൽ ഒരു 10 കറി കാണും. കാരണം ഇവരെല്ലാവരും ഓരോരുത്തർ ഉണ്ടാക്കിക്കൊണ്ടൊക്കെ വി ടേക്ക് ടുഗദർ ആൻഡ് ഓൾ വി ഷെയർ. പക്ഷെ അത് പോകുമ്പോഴത്തേക്കാണല്ലോ നമുക്ക് എല്ലാ ടെൻഷനും പോവാണ്. ബിക്കോസ് ദേ ആർ ഓൾ യുവർ പാർട്ട് ഓഫ് യുവർ സ്ട്രീമാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഐ തിങ്ക് ഇറ്റ്സ് വെരി ഈസി ടു ഗോ ആൻഡ് വർക്ക്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മൈൽ സ്റ്റോൺസ് തന്നെയാണ്. ഡോക്ടർ പറഞ്ഞു ഈ ഫാമിലി ഒറ്റ ഇറ്റ്സ് ലൈക്ക് എ കാരവൻ മൂവിങ് ഇൻ എ സെർട്ടൻ ഒരു പിൽഗ്രിമേജ് പോലെ ദാറ്റ്സ് ഗോയിങ് ഓൺ. വെൻ ഡു യു ഗെറ്റ് ദ ഫാമിലി ടൈം ടുഗദർ? ആണോ? ഇഷ്ടംപോലെ. അതിന് ഞാൻ ഇപ്പം പിള്ളേരെ കെട്ടിപ്പിടിക്കണമെന്ന് എനിക്ക് ആവശ്യമൊന്നുമില്ല. ഇപ്പം ഹീസ് കമ്മിങ് അവൻ്റെ എവിടെ പോയാലും ഹി വിൽ ബി ഇൻ ടച്ച് വിത്ത് മീ. ഫിസിക്കലി അങ്ങനെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഫിസിക്കലി കൂടെ പോയി ചിലപ്പോൾ തന്നെ കുറച്ച് വർത്തമാനം ചിലപ്പോൾ കളി കാണാൻ നമ്മൾ വിചാരിച്ച് കളി കാണും, അല്ലെങ്കിൽ കളി കണ്ട് പിറ്റേ ദിവസം നമ്മളൊക്കെ ടീംസ് വേറെ ആയിരിക്കും. ഒരാളെ ബ്രസീലായിരിക്കും, ഒരാളെ അറിഞ്ഞ. പക്ഷേ ഇവൻ തന്നെ യു സ്റ്റാർട്ട് ടോക്കിംഗ്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സമയമുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങോട്ട് കളിയാക്കും, അങ്ങോട്ടും കളിയാക്കും. അപ്പോൾ അങ്ങനെ അതിന് പല അതിനിപ്പോൾ നമ്മൾ നേരിട്ട് കാണണം നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ യു ഗെറ്റ് എ ഫീലിംഗ് ദാറ്റ് പലരും ഉണ്ടാക്കിയെടുക്കുന്നതിന് ഇമ്പോർട്ടൻ്റ്. ഇപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ട കാര്യമൊന്നുമില്ല. നോ മീനിങ്. രണ്ടുപേരും ഒരേ വീട്ടിലായിരിക്കും, പക്ഷേ ദേ സ്റ്റാർട്ട് ഫൈറ്റിംഗ് ഈച്ച് അതർ. നോ മീനിങ്. മീനിങ് ഇൻ ലൈഫ് അതില്ല. ഇതൊക്കെ ഭയങ്കര സ്മൂത്തായിട്ട് തന്നെ പോകുന്നത്, ഒരു കുഴപ്പങ്ങളും ഇല്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. തമാശകൾ പറയും, അങ്ങോട്ടും കളിയാക്കും, എവരിത്തിങ് ഗോസ്. ഒരു അച്ഛനും മകനായിട്ടുള്ളതോ അല്ലെങ്കിൽ അച്ഛനും മരുമോളും ഞാൻ പറയില്ല, മോളായിട്ടുള്ളതോ അങ്ങനത്തെ റിലേഷൻ അവരൊക്കെ എന്നെ കളിയാക്കുന്നതിനും എല്ലാം ചെയ്യും. മുഹത്ത മോൻ്റെ വൈഫ് ഒരിക്കൽ എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് എൻ്റെ സമയം മുഴുവൻ കളയുന്ന ഈസ് ഫോർ യു എന്ന് പറയും. മേശ എടുക്കുക, ഇതെടുക്കുക, എവരിത്തിങ്. അപ്പോൾ അങ്ങനെ ദാറ്റ് മച്ച് ലെവൽ ഓഫ് ഫ്രീഡം ഇസ് ദർ ബിറ്റ്വീൻ അസ് ടു ഡു തിങ്സ്. ദാറ്റ് ഇസ് സംതിങ് വിച്ച് ഇസ് ഗ്രേറ്റ്. അത് ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ സംബഡീസ് ബ്ലെസ്സിങ് എന്ന് വേണേൽ പറയാം. സോ പേരൻസിന് ഞാൻ വേറെ പല ഇതിൽ ഇൻ്റർവ്യൂ കേട്ടിട്ടുണ്ട്. പേരൻസിനെ പറ്റി പല കാര്യങ്ങൾ, എസ്പെഷ്യലി മദറിൻ്റെ ഇൻഫ്ലുവൻസ് ഇതൊക്കെ പറയുന്നുണ്ട്. പേരൻസിനെ പറ്റി ഒന്ന് പറയാം. പാരൻസ് എന്ന് വെച്ചാൽ ഐ തിങ്ക് ബിയോണ്ട് വേർഡ്സ്. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോഴും പറയാറുണ്ട്, അച്ഛനെ ഒരിക്കലും എന്നോട് നീ ഇന്ന കോഴ്സിനെ പഠിക്കണമെന്നോ, നിൻ്റെ മാർക്ക് എന്താണെന്നോ, നിൻ്റെ ക്ലാസ്സിലെ റാങ്ക് എന്നോ ചോദിച്ചിട്ടേ ഇല്ല. ഇന്നസെന്റിന്റെ അച്ഛൻ ടു ദി എക്സ്റ്റെൻറ്റ് ദാറ്റ് MBBS ഞാൻ ഇൻ്റർവ്യൂവിന് പോയി ജോയിൻ ചെയ്യാൻ പോകുമ്പോഴേ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. മൈ ഗോഡ്. നോട്ട് എ സിംഗിൾ പേഴ്സൺ വിത്ത് മീ. ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആയിട്ട് പോയി പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പോയി ജോയിൻ ചെയ്തിട്ട് വരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ്. അതിൻ്റെ അകത്ത് അച്ഛൻ കെയർ ചെയ്യുന്നതല്ല, അച്ഛൻ ഹാസ് ഗിവൻ ദാറ്റ് മച്ച് ഓഫ് ഫ്രീഡം ഫോർ മീ. അത് തമാശയല്ല. അച്ഛൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ ഹീ യൂസ് ടു ബി ഹെവി സ്മോക്കർ അച്ഛൻ. അപ്പം അച്ഛൻ പറയും, നീ എന്തെങ്കിലും വലിക്കുകയാണെന്നുണ്ടെങ്കിൽ, വലിക്കുകയാണെങ്കിൽ കാര്യം വലിക്കുകയാണെങ്കിൽ അത് എന്നോട് പറഞ്ഞിട്ട് വേണം വലിക്കാമെന്ന് പറയും. ദാറ്റ് ഇൻഡയറക്ട്ലി മീൻസ് ദാറ്റ് യു ഷുഡ് നോട്ട്. വേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നീ കള്ള് കുടിക്കില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഇതൊന്നുമില്ല, പക്ഷേ നീ കള്ള് കുടിക്കുന്നവരുടെ കൂടെ ഒരു കള്ള് ഷോപ്പിൽ പോയിരുന്ന് കപ്പയും മീനും കഴിച്ച് കള്ള് കുടിക്കാതെ വരിക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് യുവർ ഡിറ്റർമിനേഷൻ. ഓക്കെ, ദാറ്റ് ഷുഡ് ബി ദി വേ. അതെനിക്കൊന്ന് അച്ഛന്മാരും പറഞ്ഞു തരാൻ വഴിയില്ല. അപ്പോൾ അത്രമാത്രം ക്ലോസ് ആയിരുന്നു. വെരി ക്ലോസ് ആയിരുന്നു. മാത്രമല്ല ഈ ഹാസ് ലെഫ്റ്റ് അസ്. ഇപ്പം ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്നതൊന്നും വീടിൻ്റെ വേണ്ടി, പക്ഷേ എന്താ പറയുക, അപ്പോഴൊക്കെ നമുക്ക് അച്ഛൻ്റെ ഇതൊക്കെ ഓർമ്മ വരും. ആൻഡ് ഹൗ ഹി വാസ് ലിവിങ്, ഹൗ ഹി വാസ് ഗോയിങ് അപ്പ് ഇൻ ഹിസ് ലൈഫ് ഒക്കെ നമുക്ക് എന്നെക്കാളൊക്കെ 1000 times വർക്കഹോളിക്കായിരുന്നു. ഭയങ്കര വർക്കായിരുന്നു. ഇറ്റ്സ് വെരി സ്ട്രെയിനസ് വർക്കായിരുന്നു. ഡൈയിങ് ഫാക്ടറി ആയിരുന്നു. തിരുപ്പൂർ അല്ലേ. ഡൈയിങ് ഫാക്ടറി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലമല്ല, അന്ന്
ആൻഡ് ഓൾ എക്സ്പോർട്സ് ആണ് എല്ലാം. ബനിയൻ ക്ലോത്തിങ് എക്സ്പോർട്ടാണ്. എക്സ്പോർട്ട് എന്ന് വെച്ചാൽ രണ്ട് കാര്യം, ഒന്ന് ടൈം ഫാക്ടറാണ്, രണ്ടാമത്തത് ഡൈയിങ് ആണ്. അപ്പോൾ ഡൈയിങ്ങിൽ ഈവൻ എ സ്മോൾ ചേഞ്ച് ഇൻ ദി ഷെയ്ഡ് ഓഫ് ദി ടു പീസസ് റിജക്റ്റ് ചെയ്യും. ആ ഒരു ബനിയനെ എല്ലാം റിജക്റ്റ് ചെയ്യുക, ആ ഹോൾ ലോട്ട് റിജക്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് എൻഡ് ഓഫ് ദാറ്റ് ഫാക്ടറിയാണ്. അന്ന് ഇന്നത്തെ പോലത്തെ മെഷീൻസ് ഒന്നുമില്ല ഇത് ഷെയ്ഡ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഇറ്റ്സ് ഓൺലി വിത്ത് ഒരു ഐസ് വെച്ചുകൊണ്ടാണ്. കണ്ണുകൊണ്ട് ഈ അച്ഛൻ്റെ ഈ ഫാക്ടറിയും ഇവിടെയൊക്കെ പോയി ആ സമയത്തൊക്കെ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രിസിഷൻ 3 മാസം ട്രീറ്റ്മെന്റ് പ്രിസിഷൻ അവിടെ നിന്നാണോ കിട്ടിയത്? 3-4 മാസം വർക്ക് ചെയ്തിട്ട് ഐ ജസ്റ്റ് ഹെൽപ്പ് ഹിം ഓൾസോ. അപ്പോൾ ഞാൻ പറയാൻ നമുക്ക് പ്രിൻറ്റിംഗ് ഒക്കെ നമ്മളന്ന് അത് സ്ക്രീൻ പ്രിൻറ്റിംഗ് ആണ്. അപ്പോൾ അച്ഛനപ്പുറത്തും ഞാൻ അത് എമർജൻസി ഒക്കെ സമയത്ത് വെക്കേഷൻ പീരീഡിലൊക്കെ നമ്മൾ എൻജോയ് വർക്ക് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് MBBS ജോയിൻ ചെയ്യുമ്പോൾ ഒരു 3-4 മാസം അവിടെ വർക്ക് ചെയ്തു. ആൻഡ് partly I had my plan to join the factory, and he also thought that I'll be joining the factory. Even after MBBS? After you were before joining MBBS. Before joining, ശരി. MBBS അഡ്മിഷൻ കിട്ടിയപ്പോഴും ഇന്നത്തെ പോലെ നമുക്ക് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. അച്ഛൻ പറഞ്ഞു നിനക്ക് വേണേൽ പോയാൽ മതി, ഇഫ് യു വാണ്ട് ടു ഗോ യു ഗോ, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, അല്ലെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ വിത്ത് മീ. എനിക്ക് സത്യം പറഞ്ഞാൽ ടിപ്പിക്കൽ ആവറേജ് മലയാളി സൈക്കി എന്ന് പറയുന്ന മോൻ ഒന്നി ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ. Nothing. I would have been happy even if I was joining him to continue the process. But you will improve in professional excellence even in that business. And what about your mom? Mom ഇതിനൊന്നും ഇൻ്റർഫിയർ ചെയ്യാറില്ല. ഷി യൂസ് ടു ലുക്ക് ആഫ്റ്റർ അസ്. അങ്ങനെ കൊണ്ടുപോകാറുള്ളൂ. ആ സമയത്ത് അഡ്മിഷൻ കിട്ടിയപ്പോൾ മാത്രമാണ് അമ്മയുടെ റിയൽ ഇത്. അമ്മ പറഞ്ഞു യു ഹാവ് ടു ജോയിൻ. You have to. അപ്പം അമ്മ പറഞ്ഞ അമ്മയുടെ റീസൺ എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ ബ്രദർ, ദാറ്റ് മൈ മെറ്റേണൽ അങ്കിൾ, ഹി വാസ് ഡോക്ടർ ഗംഗാധരൻ, ഡോക്ടറായിരുന്നു. ഹി പാസ്ഡ് അവേ ബിഫോർ ഐ വാസ് ബോൺ. അലോപ്പതി ഡോക്ടർ. ഹി വാസ് എവിടെ എറണാകുളത്ത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹി പാസ്ഡ് അവേ ബിഫോർ. അങ്ങനെയാണ് എനിക്ക് പേരിടുന്നത്. അന്ന് നമുക്ക് അന്ന് പേരറിയാം, പക്ഷെ നമുക്ക് അതിനകത്ത് ബിയോണ്ട് ദാറ്റ് ഐ ഡോണ്ട് നോ എനിത്തിങ് എൽസ്. അപ്പോൾ അമ്മ പറഞ്ഞു ഐ ഹാഡ് ഇൻ മൈ മൈൻഡ് ദാറ്റ് യു ഷുഡ് ബിക്കം എ ഡോക്ടർ. അങ്ങനെയാണ് പോകുന്നത്, MBBS പോകുന്നത്. അതർവൈസ് ഞാൻ അവിടെ ഡൈയിങ് ഫാക്ടറി ഒക്കെ ആയിട്ട് തിരുപ്പൂർ ഇപ്പോൾ രാജാവായിട്ട് ജീവിച്ചെന്നെ. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് പഠിക്കാനോ ട്രെയിനിങ്ങിന് തിരുവനന്തപുരത്ത് നിന്ന് യു ആർ സെൻറ്റ് എബ്രോഡ്. രണ്ട് ഫെലോഷിപ്പ് കിട്ടിയാണ് പോകുന്നത്. ഒന്ന് USA ആണ്, ഒന്ന് UK ആണ്. USA ഫെലോഷിപ്പിന് പോകുന്ന സമയത്താണ് ഒക്കെ ഇഷ്യൂസ് ഉണ്ടാകുന്നത്. അതായത് USA അന്ന് വിസ കിട്ടില്ല, ഭയങ്കര പാടാണ് ഫോർ ഡോക്ടേഴ്സ്. അപ്പം എനിക്ക് എൻ്റെ ഫെലോഷിപ്പ് പീരീഡ് 3 months ആണ് എൻ്റെ ഓർമ്മ. ഐ തിങ്ക് ഇറ്റ് വാസ് ഫോർ 3 months. ആദ്യം ഞാൻ വിസയ്ക്ക് പോയപ്പോൾ വിസ വാസ് റിജക്റ്റഡ്, സെയിങ് ദാറ്റ് ദർ ഇസ് നോ പ്രൂഫ് ദാറ്റ് യു വിൽ കം ബാക്ക്. കാര്യം RCC ആണ്. അല്ല, RCC ഇല്ല, വിസ ഓഫീസിലാണ്. അവർ പറഞ്ഞു US സെറ്റിൽ ഇൻ US. ഡോക്ടേഴ്സ് എല്ലാം അന്ന് എല്ലാം സെറ്റിൽ ചെയ്യുന്ന US. അപ്പം അവർ ഡോക്ടേഴ്സ് അന്ന് വിസ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അല്ല, who said that you won't come back? Visa stamp ചെയ്യുന്നവർ. So they will not give you the visa. Okay, they want you to be there. They want me to be here. But അല്ല, അവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. ഇവിടുന്ന് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യാണ് US-ലേക്ക്. People are getting ഡോക്ടേഴ്സ് ആണ് മൈഗ്രേറ്റ് ചെയ്യുന്ന മേജർ പാർട്ട്. അതിന് they don't like it. അപ്പം തന്നില്ല. They rejected, outright rejected. പിന്നെ ഞാൻ ഈ വിസ പിന്നെ എനിക്ക് കിട്ടുന്ന വേറൊരു മീറ്റിങ്ങിന് വേണ്ടി പോയി ഡൽഹിയിൽ നിന്നാണ് വിസ ഇഷ്യൂ ചെയ്യുന്നത്. ഇത് മദ്രാസിലത്തെ ഈ വിസ കിട്ടാതെ വന്നു. ദാറ്റ് ടുക്ക് about 1.5 months. അപ്പം ഞാനവിടെ പോയി 1.5 മാസം ഫെലോഷിപ്പ് കഴിഞ്ഞ് ഐ ക്യാൻ ആസ്ക് ഫോർ എക്സ്റ്റൻഷൻ. ഓക്കെ. അപ്പം ഞാൻ അവിടുത്തെ ഡോക്ടറോട് ചോദിച്ചു, അവിടുത്തെ എൻ്റെ ഹെഡ് ഉണ്ടല്ലോ, ചോദിച്ചു can I apply for an extension? അപ്പോൾ അതിന് പറഞ്ഞു don't apply now, because if you apply once and get an extension, then you can never dream of coming to USA anymore. ഈ എക്സ്റ്റൻഷൻ വാങ്ങിക്കുക എന്നുള്ളത് ഒരു ബാഡ് മാർക്ക് ഓൺ യുവർ വിസ. Okay. Why do you want to get an extension? Because you already learned what you want to learn. Go back and start your own. What was the reception when you came back? Very bad. ഞാനത് ചോദിച്ചത്. It was a bad reception at that time. They all പല റീസൺസാണ്. They felt that ഞാൻ ബ്രേക്ക് ചെയ്തിട്ടൊന്നുമില്ല, because I was very clear why I came back. പക്ഷേ the authorities said some of the plans which got sabotaged because I came back early. അതാണ് റീസൺ, അത്രേ ഉള്ളൂ. പക്ഷേ എനിക്ക് പോയതിൻ്റെ പർപ്പസ് മുഴുവൻ കഴിഞ്ഞു, because I learned, and they also said they issued a certificate saying that the purpose of his coming has been done.
സോ യു ക്യാൻ ഗോ ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഇല്ലേ. നിൽക്കാത്തതിൻ്റെ കാര്യം അതുകൊണ്ട് തന്നെയായിരുന്നു. അങ്ങനെ തന്നെ വന്ന ഉപദേശമാണ്, ഒരു വിസയിൽ ഒരു എക്സ്റ്റൻഷൻ സ്റ്റാമ്പിങ് വന്നാൽ ദേ തിങ്ക് 10 times ബിഫോർ ഗിവിങ് എ സെക്കൻഡ് വിസ. അതുകൊണ്ട് അൺലെസ് യു വാണ്ട് ഇറ്റ് വെരി യു വാണ്ട് ടു കണ്ടിന്യൂ, ഇങ്ങനെയാണ് നമ്മൾ പോരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഡോക്ടർ അങ്ങോട്ട് പോകണമെന്നുള്ള പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നുമില്ല. അതിനെനിക്ക് കൂടുതൽ ചാൻസിട്ട് യു കെയിൽ ഞാൻ പോകുന്നത് WHO ഫെലോഷിപ്പോട്ട് കൂടിയാണ്. അന്ന് there was a migrated Indian who was in charge of the hospital, അവിടുത്തെ കിങ്സ് ഹോസ്പിറ്റലിലേക്ക് ഹെമറ്റോളജി ഓങ്കോളജിയൊക്കെ ലണ്ടനിൽ. അപ്പോൾ ഞാൻ അത് 3 കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാണ് വന്നത്. പോരാൻ നേരത്തെ ഹി സെഡ് മീ ഡു യു വാണ്ട് ടു കണ്ടിന്യൂ ഹിയർ എന്ന്. ഐ ഡോണ്ട് വാണ്ട്, ഞാൻ തിരിച്ചു പോകുന്നു. ബട്ട് ഹി സെഡ് ഐ എം ഷുവർ ദാറ്റ് യു വിൽ കം ബാക്ക്. ഞാൻ പറഞ്ഞു നോ ക്വസ്റ്റൻ ഓഫ് മീ കമ്മിങ് ബാക്ക് എന്നാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു എനിവേ ലെറ്റ് ജസ്റ്റ് സീ. എന്നിട്ട് അങ്ങനെ പേഴ്സണൽ സ്റ്റാഫിനോട് ചോദിച്ചിട്ട് പറഞ്ഞു ഗെറ്റ് ഇസ് ബയോഡാറ്റ, കീപ് ഇറ്റ് ഹിയർ, ഐ എം ഷുവർ ദാറ്റ് യു വിൽ കം ബാക്ക് എന്നാണ്. ഞാൻ പറഞ്ഞു ഐ ഗീവ് ദി ബയോഡാറ്റ, ഐ എം ഷുവർ. ഇത് നമ്മൾ ഐ തിങ്ക് സംവെയർ ഇൻ ഒരു സെക്കൻഡ് വിസിറ്റ് ആണ് ടു UK ആണ്. മസ്റ്റ് ബി 93-94 ആ ഒരു കലുഷിതമായിട്ടുള്ള സാഹചര്യത്തിൽ യു വേണമെങ്കിൽ യു കുഡ് ഹാവ് ഓപ്റ്റഡ് ടു. ഐ കുഡ് ഡെഫിനറ്റ്ലി ഓപ്റ്റഡ്. ഈവൻ US ഐ കുഡ് ഹാവ് ഓപ്റ്റഡ്. പക്ഷേ എനിക്ക് അങ്ങനെ ചിന്തയില്ലല്ലോ സെറ്റിൽ ചെയ്യാനായിട്ട്. ഈവൻ നെവർ ഇൻ മൈ ഡ്രീംസ് ഉണ്ടായിരുന്നില്ല. എനിക്ക് ഐ വുഡ് ഹാവ് ബീൻ മച്ച് മോർ ഹാപ്പി ഇവിടെ വന്നിരുന്ന്. അതിന് രസമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് പരിചയമുള്ള ജോണൊക്കെ ഉണ്ട്. ജോൺ ഹോപ്പിൻസിൽ വർക്ക് ചെയ്യുന്നൊരു പാർട്ടിയാണ്. പത്തനാപുരംകാരനാണ്. അപ്പോൾ ജോൺ ആയിട്ട് ഞാൻ വൈകുന്നേരം പോയിരിക്കും, വർത്തനൊക്കെ പറഞ്ഞിരിക്കും. അപ്പോൾ ജോൺ പറയും ജോണിന് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം അമേരിക്കയ്ക്ക് പോയതാണെന്ന് പറയും. ജോൺ പറയുന്നത് അറിയാം, ജോൺ വാസ് എ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഹിയർ. ഇവിടെ ജോൺ പറയും തമിഴ്നാട്ടിലായിരുന്നു ജോണിൻ്റെ പോസ്റ്റ്. ജോൺ പറയും തമിഴ്നാട്ടിൽ രാവിലെ ബാഗും തൂക്കി ഒരു ചായക്കടയിൽ പോയി 2 ഇഡ്ഡലിയും കഴിച്ച് കുറച്ച് തമിഴ് പാട്ടും കേട്ടിരിക്കുന്ന സുഖമൊന്നും ഇവിടെ വന്നാൽ കിട്ടില്ല. വാട്ട് ഇസ് ജോബ്? ജോൺസ് ഹോപ്കിൻസിൽ ഫാർമസി കഴിഞ്ഞ ജോണിൻ്റെ ജോലി എന്താ വെച്ചാൽ 2 സെറ്റ് ഓഫ് ബാഗ്സ് വരും. അത് ബ്ലഡ് പ്രോഡക്ട്സ് ആണ്. അപ്പോൾ അത് പ്ലാസ്മ അത് മിക്സ് ചെയ്ത് ഒരു സിംഗിൾ പാക്കറ്റാക്കി കൺവെയറിലിട്ട് വിടണം. ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് തന്നെ പരിപാടി. ജോൺസ് ഹോപ്കിൻസ് ആണെന്ന് പറയുന്നത്. ജോൺ വൈകുന്നേരം വന്നിട്ട് ജോൺ ഇതുപോലെ കപ്പയൊക്കെ അടിച്ച് ജോൺ പറയും ഇതാണ് ലൈഫ്. ആൻഡ് ഹി വാസ്, എനിക്ക് അതേ ഫീലിംഗ് ആയിരുന്നു. എനിക്ക് ആ ഫീലിംഗ് ദാറ്റ് നോ ലൈഫ് നമുക്ക് ഇവിടെ ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ പറഞ്ഞ തട്ടുകളിൽ പോയി ചായയും കുടിച്ച് എൻ്റെ പപ്പടോടെയും കഴിച്ച് സുഖമായിട്ട് നടക്കുന്ന ആ രസകരമായ ലൈഫൊന്നും ഐ ഡോണ്ട് തിങ്ക് ദേ ആർ എൻജോയിങ്. ടോട്ടലി ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റൈൽ. ഡോക്ടർ യു ആർ ഏബിൾ ടു അങ്ങനെയുള്ള ഒരു രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഞാൻ പലരും നമ്മൾ സംസാരിക്കുമ്പോഴേ അമിതമായിട്ട് അസറ്റ് അക്വിസിഷൻ വേണമെന്നില്ലാത്ത ആൾക്കാർക്ക് മാത്രമേ ഇത് പറ്റൂ. മറ്റതിലോട്ട് താല്പര്യമായി കഴിഞ്ഞാൽ ദെൻ യു കാൻ ഡു ഓൾ ദിസ്. അത് താല്പര്യം വരുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖലയാണ്. വി റിയലൈസ് വാട്ട് ഈസ് ലൈഫ്. നമുക്ക് എത്ര ക്ഷണികമാണ് ജീവൻ എന്നുള്ളതിനേക്കാൾ അത് കൃത്യമായിട്ട് നമുക്കറിയാം. സോ യുവർ പ്രയോറിറ്റീസ് ചേഞ്ച്. നമ്മൾ വലിയ വലിയ പണക്കാർ നമ്മുടെ മുമ്പിൽ വന്ന് ഓവർനൈറ്റ് കൊണ്ട് അവർ തിരിയുന്ന നമ്മൾ കാണാറുണ്ട്. ദ മൊമെൻറ്റ് യു മേക്ക് എ ഡയഗ്നോസിസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുമ്പോഴേ നമുക്ക് അത്രയൊക്കെ ലൈഫിൽ സുഖമായിട്ട് ജീവിക്കുക, ലോട്ട് ഓഫ് അതർ തിങ്സ് വിച്ച് ഹാസ് ടു ബി ഗിവൺ പ്രയോറിറ്റി എന്ന് തോന്നും. That make you to deviate from all these things. This is what cancer has taught you. Yes, 100%. What life is ഉള്ള സാധനം ഉണ്ടല്ലോ, അത് നമ്മുടെ പ്രയോറിറ്റീസ് മാറും. നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് വ്യത്യാസങ്ങൾ വരും. Your whole outlook to life changes. But this is what many of the clinicians undergo, no? Of course, cancer treatment in the കാര്യത്തിൽ കുറച്ചുകൂടെ you are part of them, you move with them for years together. അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിലും the more you get involved with the patient, the more you know that അവരെയൊക്കെ വിഷമങ്ങളൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കി അത് ഇൻവോൾവ് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. വെറുതെ ഇപ്പോൾ ഒരു അക്രോസ് ദി ടേബിൾ ഒന്നും മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ ഇൻവോൾവ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഓരോരുത്തർക്കും ഓരോരുതായിട്ടുള്ള പ്രശ്നങ്ങളും ഹൗ ദേ ആർ ടൈഡിങ് അവർ തിങ്സ്, ഹൗ ദേ ഹാവ് ചേഞ്ച്, ഒക്കെ നമുക്ക് തിരിച്ച് നമുക്ക് ലൈഫിലേക്കുള്ള ഓരോ ലെസൺസാണ്. അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്ക് ബിഗ് സ്റ്റോറീസ് ഹാസ് ടു കം. ബിക്കോസ് ആ ഓരോ ലൈഫും ഓരോ സ്റ്റോറിയാണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ, ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ കഴിഞ്ഞ ഒരാഴ്ച വേണമെന്ന് പറഞ്ഞുതരാം. നമുക്കൊരു ലേഡി ഉണ്ടായിരുന്നു. ഷി വാസ് എ ക്രോണിക് മൈലൈഡ് ലുക്കീമിയ പേഷ്യൻറ്റ്.
10-25 വർഷം ട്രീറ്റ്മെൻറ്റ് എടുത്തു. മൈലോയിഡ് ലുക്കേമിയ, ക്രോണിക് മൈലോയിഡ് ക്രോണിക് മൈലോയിഡ്, ലോങ് ടൈം ഒരു ഡ്രഗ് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഓൾമോസ്റ്റ് 20 years എന്ന് പറയാം. ഫസ്റ്റ് ചൈൽഡ് വാസ് ബോൺ ആഫ്റ്റർ ദി ഡയഗ്നോസിസ്. ഷീ പാസ്ഡ് അവേ ഒരു 5-6 മാസം മുമ്പായിരിക്കണം. നോട്ട് വിത്ത് ദി ഡിസീസ് എല്ലാം, വിത്ത് അതർ പ്രോബ്ലംസ്. Her husband also had problems and he also passed away within 2 months. It's only one daughter. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് പിന്നെ നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്താൽ ട്രീറ്റ്മെൻറ്റ് സമയത്തൊക്കെ. ഡോട്ടർ ഈസ് ഡൂയിങ് ഹെയർ സെക്കൻഡ് ഇയർ BCom നൗ. ഇപ്പം എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്നിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഷീ സെഡ് ഐ വാണ്ട് ടു മീറ്റ് മീ എന്ന് പറഞ്ഞു. റൂമിൽ വന്നു ആൻഡ് ഷീ ഗേവ് സ്മോൾ കവർ. എന്നിട്ട് പറഞ്ഞു ഗിവ് ടു സം പുവർ പേഷ്യൻറ്റ്. Then I asked her, how could you make this money? അത് കുഴപ്പമില്ല സാർ, ഞാൻ കുറേ ജോലിയൊക്കെ ചെയ്യുന്നത്. എന്താ ചെയ്യുന്ന ജോലി എന്താ അറിയോ? അച്ഛൻ പന്തലിടുന്ന ജോലിയായിരുന്നു. സോ ഷി ഹാസ് ടേക്കൺ ഓവർ. ഇപ്പോൾ രാത്രിയൊക്കെ പോയി നിൽക്കേണ്ടി വരും, പന്തലിലൊക്കെ നിൽക്കേണ്ടി വരും. പന്തലിടുന്ന കുറച്ച് പൈസ കിട്ടും. ആ പൈസ കുറച്ച് സേവ് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ said no, not now. When you go and settle, then I will take. Or only later take. അപ്പോൾ ഞാൻ 500 രൂപ എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി I gave back to her. And എന്നിട്ട് ഞാൻ പറഞ്ഞു once you settle, then come back and give me. എന്നിട്ട് പുള്ളിക്കാരത്തിൻ്റെ ബാഗ് തുറന്ന ബാഗിൽ നിന്ന് ഒരു ചെറിയ ശിവലിംഗം, അത് ഗ്ലാസ്, ടു കീപ്പ് ഇറ്റ്. ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. And you can just imagine her മെൻ്റൽ സ്റ്റാറ്റസ്. നമ്മൾ ഒരു കോടികൾ ഉണ്ടാക്കുന്ന ഒരാൾ 1,00,000 രൂപ കൊടുക്കുമ്പം ഇറ്റ്സ് നത്തിങ്. ഇവിടെ ഷീ ഈസ് ട്രൈങ് ടു സർവൈവ്. അതിൻ്റെ അകത്തുനിന്ന് ഒരു എമൗണ്ട് കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടല്ല, ദാറ്റ്സ് ദി ഗ്രേറ്റ്നെസ്. സോ ലൈഫ് ഹസ് ടോട്ട് യു much more than all this. As a parting shot, നമ്മുടെ people must be listening to you and hearing you. 5 things that they should do to keep off this thing. And ഒന്ന് പറയാമോ? 5 things. ഒന്ന്, നോ ടൊബാക്കോ. ഒരു ടൊബാക്കോ പ്രൊഡക്ട്സിനെ യൂസ് ചെയ്യരുത്. ആൽക്കഹോൾ നോ, മദ്യപാനം പറ്റില്ല. യുവർ ഡയറ്ററി ഹാബിറ്റ്സ് മനസ്സിലായില്ലേ? അത് നമുക്ക് പഴങ്ങളും പച്ചക്കറികളും തീർച്ചയായിട്ടും കഴിക്കണം. ഷുഡ് ബി പാർട്ട് ഓഫ് ഇറ്റ്. റെസ്ട്രിക്റ്റ് യുവർ ടൈപ്പ് ഓഫ് ഫുഡ്, കെയർഫുൾ ആയിരിക്കണം. പ്ലസ് എക്സസൈസ്. ഈ ഡയറ്റും എക്സസൈസും കൂടെ കൂട്ടിച്ചേർത്ത് വയ്ക്കുന്നവരോട് പറയും ഒബിസിറ്റി നോ ആണ്. അപ്പോൾ നമ്മുടെ എക്സസൈസും യുവർ ഡയറ്ററി ഹാബിറ്റ് ചേഞ്ച് വിത്ത് യുവർ പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രൊട്ടക്ഷനും ഒക്കെ തരുന്ന അതുപോലത്തെ ലീവ്സ് ആൻഡ് വെജിറ്റബിൾസും ഫുഡ് ഹാബിറ്റ്സിൽ ചേഞ്ച് ആണത്. നമ്മൾ കുറച്ച് പഴയയിലേക്ക് പോവാം, പഴമയിലേക്ക് തിരിച്ചു പോവാം. ഇത്രയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഒരു 30% ക്യാൻസറുകൾ തടയാൻ സാധിക്കും. 30%. അടുത്ത 30% ഈസ് സ്ക്രീനബിൾ, കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ക്യാൻസർ. ഇത് രണ്ടും ചേർത്ത് വായിച്ചാൽ 50% ക്യാൻസറുകളോട് നമുക്ക് ഫൈറ്റ് ചെയ്യാം സ്ട്രൈറ്റ് അവേ ബൈ പ്രിവെൻഷൻ ആൻഡ് എർലി ഡിറ്റക്ഷൻ. Thank you, doctor. Thank you so much. Till we meet, this is John Mary.